പൊന്നുപോലെ വളർത്തുന്ന പൊന്നുമോളെ എന്ന് വിളിക്കുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണിലേക്ക് ഇടയ്ക്കൊന്ന് ആഴത്തിൽ നോക്കണം. ഏതു നരകത്തിന്റെ തീവ്രവേദനയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പേറുന്നത് എന്നറിയാതെ പോകുന്നുണ്ട് നമ്മൾ എന്ന് തെളിയിക്കുകയാണ് പത്തനംതിട്ടയിൽ ഒരു 13 വയസ്സുകാരി. കഴിഞ്ഞ 5 വർഷമായി 18 വയസ്സായിരിക്കുന്നു ആ കുഞ്ഞിന്. ഈ സമയത്ത് കഴിഞ്ഞ 5 വർഷമായി പേറുന്ന വേദന എത്രയെന്ന് വ്യക്തമാക്കുന്നത് പോലീസ് നമ്മളോട് പറയുന്ന വിവരങ്ങളാണ്. 10-60 നരാധമന്മാർ പോയ 5 വർഷ കാലയളവിനിടയിൽ ആ കുഞ്ഞിനോട് ചെയ്ത് കൂട്ടിയ ക്രൂരത എത്രയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ്. കൂട്ടബലാത്സംഗത്തിനിരയായി വീട്ടിൽ, റോഡിൽ, പറഞ്ഞു കേട്ടിട്ടില്ലാത്ത പലയിടങ്ങളിൽ വെച്ച് അപമാനിക്കപ്പെട്ടതിൻ്റെ, വേദനിപ്പിക്കപ്പെട്ടതിൻ്റെ നോവും പേറിയാണ് ഒടുവിൽ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാനുള്ള വ്യഗ്രത കൊണ്ട് കേരളത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടു മരവിച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സ്. എത്ര അമ്മമാർക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും, എത്ര മനുഷ്യർക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും ഒരു പെൺകുട്ടി ഈ കാലയളവിൽ കടന്നുപോയ ക്രൂരതയുടെ ആഴം കണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് സംഭവിക്കുന്നതെന്ന് എത്ര കേസുകളിൽ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് എന്ന് വ്യക്തിപരമായി എനിക്ക് ചോദിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നമുക്കിത് വീണ്ടും വീണ്ടും കാണേണ്ടി വരുന്നത്? നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് എൻ രാജീവ്, CWCയുടെ ചെയർമാനാണ്. ശ്രീമതി സോയ ജോസഫ്, കോൺഗ്രസിന്റെ പ്രതിനിധി. ഡോക്ടർ മോഹൻ റോയ്, മാനസികാരോഗ്യ വിദഗ്ധൻ. ഡോക്ടർ മാളവിക ബിന്നി, അധ്യാപിക. ശ്രീ രാജീവ്, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുൻപ് CK അഭിലാൽ പത്തനംതിട്ടയിൽ നിന്ന് നമുക്ക് ഈ സംഭവങ്ങളുടെ ഒരു പശ്ചാത്തല വിവരണം നൽകും. അഭിലാൽ, കേൾക്കാമെങ്കിൽ ഈ ഇത്രയും വലിയ മനുഷ്യവിരുദ്ധത കേരളം അറിഞ്ഞത് എങ്ങനെയാണ് എന്നും എത്രത്തോളം ആഴമുണ്ട്, എത്രത്തോളം നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യവിരുദ്ധമാണ് ഈ നടന്ന സംഭവങ്ങളെന്നും ഒന്ന് വിവരിച്ചു തരൂ. മധു, ലൈംഗിക പീഡന കേസുകളും പോക്സോ കേസുകളും ഇതിനു മുമ്പ് നിരവധി നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വായിച്ചും കണ്ടും അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ പെൺകുട്ടിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അതിൽ പറഞ്ഞിട്ടുള്ള പേരുകളുടെ എണ്ണം കണക്കാക്കുമ്പോൾ ഒരുപക്ഷെ കേരള പോലീസിൻ്റെ അന്വേഷണ ചരിത്രത്തിൽ ഇത്രയേറെ പ്രതികൾ വരുന്ന ഒരു പോക്സോ കേസ് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അതുതന്നെയാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും. 64 പേരുടെ പേരോളം പെൺകുട്ടി പറയുമ്പോൾ ഏറെക്കുറെ 35-ന് അടുത്ത് ആളുകളെ പോലീസ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് ഏറെക്കുറെ അതിനോടടുത്ത് എത്തിയിട്ടുമുണ്ട്. ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ പോലീസ് ഒരു നിർണായകമായ ഘട്ടം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയുമാണ്. അന്വേഷണ സംഘം പോലും വിപുലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. DIGക്ക് മേൽനോട്ടവും വന്നിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷ കാലയളവിനിടെയാണ് ഈ പീഡനം ഉണ്ടാകുന്നത്. പെൺകുട്ടിയുമായി അടുപ്പം പുലർത്തിയ അവരുടെ ആൺ സുഹൃത്ത് സ്വന്തം നഗ്ന ചിത്രം പെൺകുട്ടിക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ക്രൈമിൻ്റെ തുടക്കം അവിടെയാണ്. തിരിച്ച് പെൺകുട്ടിയും ചില ദൃശ്യങ്ങൾ ആൺ സുഹൃത്തിന് തിരിച്ച് അയച്ചു കൊടുക്കുന്നുണ്ട്. ലൈംഗികമായ പീഡനം ഉണ്ടാകുന്നത് 16 വയസ്സുള്ളപ്പോൾ 2 വർഷം മുൻപാണ്. പെൺകുട്ടിയെ ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയി വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ പ്രദേശത്ത് റബ്ബർ തോട്ടത്തിൽ പട്ടാപ്പകൽ പീഡനത്തിന് വിധേയമാക്കുകയായിരുന്നു. ഒപ്പം തന്നെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും പിന്നീടത് സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുകയുമാണ് ഉണ്ടായത്. ഇങ്ങനെ കിട്ടിയ ദൃശ്യങ്ങൾ അവർ പലർക്കായി പങ്കുവച്ചു. അതിൽ ചിലർ പെൺകുട്ടിക്ക് തന്നെ മൊബൈൽ ഫോണിലേക്ക് ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്ത് പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കുകയും പിന്നീട് അത് ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് വിഷയമാക്കി മാറ്റിക്കൊണ്ട് പെൺകുട്ടിയെ തങ്ങളുടെ ഇംഗിതത്തിന് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പിടിയിലായിട്ടുള്ളവരുടെ കാര്യം പരിശോധിച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്, ദിവസവേതനക്കാരുണ്ട്, +2 വിദ്യാർത്ഥികളായിട്ടുണ്ട്. അതിൽ തന്നെ ഒരാൾക്ക് 17 വയസ്സ് മാത്രമാണ് പ്രായം. സഹോദരങ്ങളുണ്ട്, മീൻ കച്ചവടക്കാരായിട്ടുള്ള ആളുകളുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവർ, ടാക്സി ഡ്രൈവർമാർ അടക്കമുള്ളവർ നിലവിൽ പ്രതിപട്ടികയിലുണ്ട് താനും. എന്തായാലും ഈ കേസിൻ്റെ വിശദമായ വിഷയങ്ങളിലേക്ക് പോലീസിൻ്റെ അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെൺകുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിൽ നടത്തിയ ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായ സംസാരത്തിനിടെയാണ് പെൺകുട്ടി തനിക്ക് നേരിട്ട ദുരനുഭവങ്ങളുടെ ചെറിയ ചില കാര്യങ്ങൾ പങ്കുവെച്ചത്. പിന്നീടത് CWCയുടെ ശ്രദ്ധയിലേക്ക് വരികയായിരുന്നു. അവർ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി സമീപിച്ചു എന്നുള്ളതാണ്. ഏറെക്കുറെ 2 ആഴ്ച നീണ്ടു നിന്ന അവരുടെ ഒരു അന്വേഷണം അത് കൗൺസിലറെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ വിവരശേഖരണത്തിൽ അവരത് വലിയ റിപ്പോർട്ടാക്കി പത്തനംതിട്ട പോലീസ് മേധാവിക്ക് കൈമാറുകയായിരുന്നു. SP തന്നെ അതിന് മേൽനോട്ടം വഹിക്കണമെന്നുള്ള ഒരു താല്പര്യവും അവരുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. റിപ്പോർട്ട് കൈമാറി വൈകാതെ തന്നെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ 10 കേസിനോടടുത്ത് ആകെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട കാലയളവ് എന്നുള്ളത് വലിയ ഭീകരമായ ഓർമ്മകളായിരിക്കും അവർക്കെന്നുള്ളത് തീർച്ചയാണ്. കാരണം സ്വന്തം വീട്, പഠിക്കുന്ന സ്കൂള്, നാട്ടിലെ പല സ്ഥാപനങ്ങൾ, ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തോട് ചേർന്ന
ചില സ്ഥലങ്ങൾ, ഒഴിഞ്ഞ പ്രദേശങ്ങൾ, പൊതു ഇടങ്ങൾ, വാഹനങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ പെൺകുട്ടി പീഡനത്തിന് വിധേയമായിട്ടുണ്ട്. പൊതു ഇടങ്ങൾ എന്ന് പറയുമ്പോൾ പത്തനംതിട്ട നഗര കേന്ദ്രത്തിൽ തന്നെ പോലീസിൻ്റെ ശ്രദ്ധ അധികം വരാത്ത ഒരു മേഖല ചുട്ടിപ്പാറ. ആ മേഖലയിൽ പെൺകുട്ടിയെ ഒരാളൊപ്പം കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ പുറത്തുനിന്ന് മറ്റാരും വരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി മറ്റൊരാൾ കാവൽ നിൽക്കുന്ന സ്ഥിതി ഉണ്ടായി. പത്തനംതിട്ട നഗര കേന്ദ്രത്തിൽ തന്നെയുള്ള മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഈ കൂടിക്കാഴ്ചകളുടെ ഒരു പ്രധാനപ്പെട്ട താവളമായിരുന്നു. അവിടെ പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയ ശേഷം പലരും വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോയ സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നമുക്ക് പ്രതികരണങ്ങൾ യാതൊന്നും ലഭ്യമാകുന്നില്ല. അതേസമയം തന്നെ ഏറെ ആശങ്കയോട് കൂടിയാണ് പെൺകുട്ടിയുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തന്നെ ഈ കേസിനെ നോക്കിക്കാണുന്നത്. മറ്റതിഥികളിലേക്ക് പോവുകയാണ് ഈ സമയത്ത്. അഡ്വക്കേറ്റ് എൻ രാജീവ്, ഇപ്പോ ആരെന്നില്ലാതെ ആർക്കും എന്ന രീതിയിൽ, ആർക്കും 10-13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു പ്രായപരിധിയിലുള്ളൊരു പെൺകുട്ടിയെ എവിടെയും കൊണ്ടുപോയി എന്തും ചെയ്യാം എന്ന ഗതിക്കാണ് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ആത്മവിശ്വാസത്തോടെ നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുന്ന, എവിടെയും പറഞ്ഞു വിടുന്ന ഇടങ്ങളിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്നുള്ളത് വലിയ തോതിൽ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏറെയും കുറഞ്ഞും കേരളത്തിൽ ആർക്കും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എത്രത്തോളം അവിശ്വസനീയമായി ഈ സംഭവഗതികളെ മാറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഒരു മനുഷ്യനും, ഇവരെല്ലാവരും ശരിയാണ്, പ്രായപൂർത്തിയാകാത്ത 1, 2, 3 പേർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവർക്കെല്ലാം ഈ ചെയ്യുന്നത് കൃത്യമായ ഒരു ക്രൈമാണ് എന്ന് തിരിച്ചറിയാൻ ബോധമുള്ളവരാണ്. പലരും 20 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ മാത്രം പ്രായപരിധിയിലുള്ള ആളുകളാണ്. ഒരു കുട്ടിയെ ആരും ചോദിക്കാനില്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പേരിൽ ഇത്രയധികം ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന കോൺഫിഡൻസ് എവിടെ നിന്നാണ് മനുഷ്യർക്ക് കിട്ടുന്നത്? അതിൽ ഈ പറഞ്ഞ കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ പൊതുസമൂഹം ആകെ ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം പലപ്പോഴും ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മീഡിയ ചർച്ച ചെയ്തപ്പോൾ ഇതിനുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കാത്തതുമായ കുറേ കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞു പോയി. പക്ഷേ ഈ സംവിധാനങ്ങളിൽ വരുന്നവരാവട്ടെ, ഈ കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരാവട്ടെ, ഞാനുൾപ്പെടെ ഇത് ആങ്കറായിട്ടുള്ള മാധു അടക്കം എല്ലാം ഈ സമൂഹത്തിന് പരിച്ഛേദം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ, അതിലെ പേരൻറ്റിങ്ങിൻ്റെ, രക്ഷകർത്തൃത്വത്തിൻ്റെ പങ്ക്, ഇതെല്ലാം ചേർന്ന് വന്നാണ് ഒരു ആളുടെ തിരിച്ചറിവിൻ്റെ കാലത്ത് അയാൾ എന്താവണം, എങ്ങനാവണം, പൊതുസമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ പലപ്പോഴും വിക്ടിമാവട്ടെ, ഇനി കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതാവട്ടെ, ഒരു കുട്ടി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടി മാത്രമാണ് പിക്ചറിലുണ്ടാകുക. എന്നാൽ ആ കുട്ടിയെ ഈ 16, 18 അല്ലെങ്കിൽ ആ പ്രായത്തിലേക്ക് എത്തിച്ച പേരൻറ്റിങ്ങിന് ചർച്ച ചെയ്യാതെ പോകുന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. ഇതിൽ പൊതുസമൂഹത്തിൻ്റെ ഇതിൻ്റെ ഇടപെടലിനെ സംബന്ധിച്ചൊരു ചർച്ച ചെയ്യപ്പെടേണ്ടതുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഈ വ്യക്തിമായിട്ടുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് തന്നെ പറഞ്ഞാൽ നാളുകളിൽ ഈ കുട്ടിയെ എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നൊരു പ്രശ്നം കൂടെ നിൽക്കുകയല്ലേ. അപ്പം അങ്ങനെ ഇതെല്ലാം ചേരുന്നതാണ് ഒരു നല്ല അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അവസ്ഥയ്ക്ക് വേണ്ടി എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ആരെയെങ്കിലും ഒറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അഭികാമ്യമായിരിക്കത്തില്ല. അപ്പോൾ അവിടെ അത് ചോദിച്ചതുപോലെ ഈ എങ്ങനെ തോന്നുന്നു ഇങ്ങനെ ചെയ്യാൻ, ആ തോന്നുന്ന ആളുടെ മനോവികാരം, അയാൾ വളർന്നു വന്ന സാഹചര്യവുമായി, അയാൾ കിട്ടിയ പേരൻറ്റിങ്ങുമായി ചേർത്ത് വെച്ച് വേണം വായിക്കാവുന്നതോടെ കൂടിയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നോക്കൂ അഡ്വക്കേറ്റ് രാജീവ്, ഇതിപ്പോൾ ഇത്രയും അധികം കാലം, ഇത്രയും അധികം ആളുകൾ എന്നുള്ളത് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. ആരോടെങ്കിലും ഒന്ന് പറയാൻ നമുക്കറിയാവുന്നതാണ്. 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു അപകടത്തിൽ ചെന്നുപെട്ടാൽ അതിനെ ഡീൽ ചെയ്യുക എന്നത് സംബന്ധിച്ച് ഒരു ധാരണയും ഉണ്ടാവില്ല. ആ പ്രായപരിധിയിൽ എന്നുള്ളതല്ല, ഏതു പ്രായപരിധിയിലുള്ള ആളുകളാണെങ്കിലും, അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പകച്ചു പോകാൻ കഴിയുന്ന സാഹചര്യം, അത്രമേൽ ഗൗരവതരമായ ഒരു സാഹചര്യം, അത്രമേൽ ബുദ്ധിമുട്ടിക്കുന്ന, അത്രമേൽ മനസ്സിനെ തന്നെ തകർത്ത് കളയുന്ന ഒരു സാഹചര്യമാണിത്. അവിടെ എങ്ങനെ പെരുമാറണമെന്നറിയാതെ, ആരോട് പറയണമെന്നറിയാതെ, എങ്ങനെ രക്ഷപ്പെടുമെന്നത് പോലും അറിയാതെ ഇരുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഈ ഘട്ടത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ. ശരിയാണ്, ഈ കൗൺസിലറുടെ സഹായത്തോടെ CWC എനിക്ക് പ്രത്യേകിച്ച് വലിയ നന്ദി കേരളത്തിനുണ്ടാകും. നിങ്ങൾ ഏറ്റവും അടിയന്തരമായി ഇടപെട്ടു എന്നുള്ളയിടത്ത്. മാത്രമല്ല നോക്കൂ അഡ്വക്കേറ്റ് രാജീവ്, ഈ സംഭവം പോലീസിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെ ഏറ്റവും അടിയന്തരമായ നടപടി ഉണ്ടാകും. 30 പേർ ഇതിനകം പോലീസിന്റെ പിടിയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് അതിന് ചുറ്റുമൊക്കെ വിരാജിച്ചിരുന്ന മനുഷ്യർ, എത്രയും പെട്ടെന്ന് നമുക്ക് കയ്യെത്തി പിടിക്കാൻ കഴിയുന്ന മനുഷ്യരാണ് അതീവ സ്വാതന്ത്ര്യത്തോടെ
ഈ ഈ അധമത്വം പ്രവർത്തിച്ചിരുന്നത്? അതെ, അതിൽ തുറന്നു പറയാൻ കഴിയാത്തതിന് അതിൻ്റെതായ ഒരു കാരണമുണ്ട്. ഞാൻ അതിനെ ആ കുട്ടിയെ നേരിട്ട് കേൾക്കുകയും അതിന് ബാക്കിയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്ത് വെച്ചിട്ട് ആ തുറന്നു പറയാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളെ എനിക്കൊരു മാധ്യമത്തിൽ ഷെയർ ചെയ്യാൻ കഴിയുന്നതല്ല. പക്ഷേ അതിൻ്റെ ഒരു സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്ന് നമുക്ക് പറയാനും കഴിയില്ല. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ കുടുംബശ്രീയുടെ കീഴിൽ വരുന്ന സ്നേഹിതയ്ക്കുള്ള കമ്മ്യൂണിറ്റി കൗൺസിലർ ഓരോ വീടാന്തരം കയറിയുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. അപ്പോൾ അതെല്ലാം നടന്നു പോകുന്നുണ്ട്. പക്ഷേ ആ സമയത്തും പറയാൻ ശ്രദ്ധയിൽ വന്നില്ല അല്ലെങ്കിൽ പറഞ്ഞില്ല എന്നുള്ളത് പോരായ്മയായി കാണാൻ കഴിയില്ല. കാരണം അതൊരു കുട്ടിയാണ്, അതിൻ്റേതായൊരു മാനസികമായ അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം അതിന് ഒരുങ്ങി വരണം എന്നുള്ള പ്രശ്നം ഇപ്പുണ്ട്. അതിൻ്റെ തക്കതായൊരു കാരണം മറ്റൊന്നുണ്ട് കേട്ടോ, പക്ഷെ അത് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വേണ്ടത് ഈ പറഞ്ഞതാണ് കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കുട്ടികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ആദ്യഘട്ടത്തിൽ ഒരു ഏർലി ഇൻ്റർവെൻഷൻ എന്നുള്ള നിലയ്ക്കുള്ള സംവിധാനങ്ങളെ കുറേ കൂടെ കാര്യക്ഷമമാക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലേക്കും കൗൺസിലേഴ്സിനെ എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള ചില എല്ലാം തികഞ്ഞതാണ് നമ്മുടെ സംവിധാനം എന്ന് പറയാൻ കഴിയില്ല. കുറവുകളുണ്ടാവാം, അത് പരിഹരിച്ച് പോകേണ്ടതുണ്ട്. പക്ഷെ മെച്ചപ്പെട്ട മറ്റൊരിടത്തും ഇല്ലാത്തൊരു മെച്ചപ്പെട്ട സംവിധാനം നമുക്ക് ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാൽ പോലും ഈ മുമ്പ് നമ്മൾ ആദ്യം ചോദിച്ചതുപോലെ ഇത്തരത്തിലുള്ള നരാധമന്മാർ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ വ്യവസ്ഥയിൽ ഉണ്ടാവേണ്ട മനംമാറ്റം ഉണ്ടാവാത്രത്തോളം സംവിധാനങ്ങളെ എത്ര എക്യുപ്പ് ചെയ്താലും ഇതിന് മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊരു പ്രശ്നം വരാം. അതുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിക്കട്ടെ, ഓരോ കുടുംബത്തിലുമാണ് ഇതിൻ്റേതായ മാറ്റം ഉണ്ടാവേണ്ടത്. അത് പെൺകുട്ടികളുടെ കാര്യത്തിലാവട്ടെ ആൺകുട്ടികളുടെ കാര്യത്തിലാവട്ടെ അങ്ങനെ ലിംഗഭേദമില്ലാതെ നമ്മൾ കുട്ടികളെ കൊണ്ടുവരുന്നത് അത്ര മെച്ചപ്പെട്ട അല്ലെങ്കിൽ പ്രതിരോധശേഷിയോടുകൂടി കാര്യപ്രാപ്തിയോടുകൂടി സാമൂഹ്യ ബോധത്തോടുകൂടി വളർന്നു വരുന്ന ഒരു പശ്ചാത്തലം കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളെ പിന്തുണയ്ക്കാനാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉപകരിക്കുക. ഒരാൾ മെച്ചപ്പെട്ടു പോകാൻ എന്തെല്ലാം പിന്തുണാ സംവിധാനം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് നമുക്ക് കഴിയുക. അതുകൊണ്ട് മെച്ചപ്പെട്ടു വരിക എന്ന ഒരു ലക്ഷ്യബോധം കുട്ടികൾക്കൂടെ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഒരു അധ്യാപിക ഈ കൂടുതൽ ചർച്ചയ്ക്ക് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്കുള്ള സ്കൂൾ അനുഭവം കൂടി വരുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത ഞാൻ ഈ പറഞ്ഞ പോയിന്റിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ഡോക്ടർ മോഹൻ റോയ്, ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് ഡോക്ടർ മാളവിക ബിന്നി, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഇതിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് രാജീവ് പറഞ്ഞു പാരന്റിങ്ങിൻ്റെതായ കുടുംബ പശ്ചാത്തലത്തിൻ്റെതായ ഒരു വലിയ സ്വാധീന ശക്തി കൂടി വേണം കുഞ്ഞുങ്ങൾക്ക് എന്നുള്ളത്. ഇതൊന്നുമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകുമല്ലോ, പലതരത്തിലാണ് അല്ലേ സാഹചര്യങ്ങൾ. അവർക്കും ജീവിക്കണ്ടേ? അവർക്കും ഈ പറയുന്ന അഭിമാന ബോധത്തോടെ ആരാലും ചൂഷണം ചെയ്യപ്പെടാതെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണ്ടേ? അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് സമൂഹത്തിലുള്ളൊരു വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായി പോവുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ കാണുമ്പോൾ ചിരിക്കുന്ന പല കുടുംബങ്ങളുടെ നാഥന്മാരായിരിക്കുന്ന അവിടെയുള്ള പെൺകുഞ്ഞുങ്ങളും അവിടെയുള്ള സ്ത്രീകളും അവിടെയുള്ള ചെറിയ ആൺകുട്ടികളുമൊക്കെ അവരവരുടെ രക്ഷകരാണ് എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അമ്മമാർ അവരുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് താങ്ങാകുമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് മറ്റൊരു പെൺകുട്ടിയോട് ഇക്കണ്ട ക്രൂരതകൾ ഈ വർഷക്കാലയളവിനുള്ളിൽ ചെയ്തു കൂട്ടിയത് എന്ന് പറയുമ്പോൾ ഇതെന്ത് തരം സമൂഹമാണ്? ഒരുപാട് പോകാനുണ്ട് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ഘടനയും കൂടെയാണ്. അത് ഇത്രയും എന്താണ് ഹൃദയം തകർത്ത് കളഞ്ഞ ഒരു ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടി വരുന്നത് വളരെ വളരെ വേദനാജനകമാണ്. കാരണം നമ്മൾ എത്ര പറഞ്ഞാലും ആ കുട്ടി അനുഭവിച്ച് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ കഴിയുമെന്ന് അറിയില്ല. നമ്മളിവിടെ പാരന്റിങ്ങിന്റെ കാര്യം പറയുകയുണ്ടായി. ഈ പാരന്റിങ്ങിന്റെ കാര്യം പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് വിക്ടിമിന്റെ പാരന്റ്സിനെയാണ് പലപ്പോഴും ആൾക്കാർ ഉറ്റുനോക്കുന്നത്. അവരിൽ എന്തോ ഒരു കുറവുണ്ട്, പ്രതിശീലത്തെ കുഞ്ഞുങ്ങളെ വളർത്തി അല്ലെങ്കിൽ എന്താണ് ലൈംഗിക ചൂഷണം എന്ന് ഉള്ള രീതിയിൽ അവരെ മനസ്സിലാക്കാത്ത രീതിയിൽ വളർത്തി അതിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഈ പാരന്റിങ്ങിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ പെർവേർട്സ് ആയിട്ടുള്ള ഈ മനുഷ്യർ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണത്തിൽ ഏർപ്പെട്ട മനുഷ്യരുടെ പാരന്റ്സിനെയാണ് ആക്ച്വലി പറയേണ്ടത്. അവരെ കൃത്യമായിട്ട് വളർത്തിയിരുന്നെങ്കിൽ ആ ഒരു ആൺകൂട്ടത്തിനെ വളരെ കൃത്യമായിട്ട് സ്ത്രീയെ ബഹുമാനിക്കാനും അവളുടെ സ്വന്തം ശരീരത്തെയും അവളുടെ ശരീരത്തിനെയും ബഹുമാനിക്കാനുള്ള രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ, കറക്റ്റ് സെക്സ് എഡ്യൂക്കേഷനോടെ വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ നരാധമന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടാകില്ലായിരുന്നു. അവിടെയാണ് പാരന്റിങ്ങിന്റെ പ്രോബ്ലം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എപ്പോഴും നമ്മൾ പെൺകുട്ടികളെ സംരക്ഷിച്ച് വളർത്തണം എന്നുള്ളൊരു ലോജിക്കിലേക്കല്ല പോകേണ്ടത്. എൻ്റെ വലിയൊരു ഉത്കണ്ഠ ഇതാണ്. ഒന്ന്,
നമ്മൾ ഈ മിഡിൽ ക്ലാസ് പാരന്റിങ് എന്നുള്ള ഒരു പാരന്റിങ്ങിൽ മാത്രമാണ് നമ്മൾ വീണ്ടും വീണ്ടും ഊന്നൽ കൊടുക്കുന്നത്. നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിലാണെങ്കിലും ശരി, നമ്മുടെ പൊതുബോധത്തിലാണെങ്കിലും ശരി, നമ്മൾ ഇതുപോലത്തുള്ള ചർച്ചകളിലാണെങ്കിലും ശരി, നമ്മൾ പലപ്പോഴും ഈ മധ്യവർഗ മനുഷ്യർ പാരന്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഒരിക്കലും ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് മനുഷ്യർക്ക് കഴിയില്ല. അവർക്ക് രാവിലെ 6 മണിക്ക് ജോലിക്ക് പോയിട്ട് രാത്രി 9 മണിക്ക് തിരിച്ചു വരുന്ന പാരന്റ്സ് ഉണ്ട്. ഇവർ കുട്ടികളോട് ചെലവഴിക്കാൻ കിട്ടുന്ന വളരെ തുച്ഛമായിട്ടുള്ള സമയമായിരിക്കും. അല്ലെങ്കിൽ അവിടെ പാരന്റിങ് സ്കിൽ എന്ന് പറയുന്നത് എന്താ, കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആയിരിക്കും അവരുടെ ശ്രദ്ധ മുഴുവൻ. ആ ഒരു സമയത്ത് ഈ മധ്യവർഗ പാരന്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ലൈഫ് സ്കിൽസോ എഡ്യൂക്കേഷനോ ഇവർക്ക് അവരുടെ സാഹചര്യങ്ങൾ കാരണം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ പാരന്റ്സിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അവിടെയാണ് സ്റ്റേറ്റ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്, അവിടെയാണ് സ്കൂൾസ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഞാനൊരു സ്കൂൾ അധ്യാപികയല്ല, ഞാനൊരു കോളേജ് യൂണിവേഴ്സിറ്റി അധ്യാപികയാണ്. അപ്പോൾ സ്കൂളിലെ സിസ്റ്റങ്ങൾ എനിക്ക് എൻ്റെ പഠനങ്ങൾ വഴി അറിയുകയുള്ളൂ, എൻ്റെ എക്സ്പീരിയൻസ് വഴി അറിയുകയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് പലപ്പോഴും സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമല്ലാത്തതിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. പലപ്പോഴും നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും ഒരു ലൈംഗികാക്രമണം വന്നു കഴിഞ്ഞാൽ അത് പറയാനുള്ള വാക്കുകൾ പോലും, ഒരു വൊക്കാബുലറി ഉണ്ടല്ലോ, എന്തെങ്കിലും ബാഡ് ടച്ചിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നു എന്ന് പറയാനുള്ള വൊക്കാബുലറി, അതെന്തോ ഭയങ്കര അശ്ലീലം പോലെ ആ ഒരു ബോധമാണ് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ വളർത്തിയെടുക്കുന്നത്. അപ്പം ഇതിനിവരെ എക്യുപ്പ് ചെയ്യണമെങ്കിൽ പല ഘട്ടങ്ങളിലായി, പർട്ടിക്കുലർലി നമ്മളൊരു 13-14 ഏജൊക്കെ 13-14 വയസ്സൊക്കെ എത്തിക്കഴിയുന്ന ആൺകുഞ്ഞുങ്ങൾക്കും പെൺകുഞ്ഞുങ്ങൾക്കും സ്കൂൾ തലത്തിൽ തന്നെ കൃത്യമായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. കാരണം എപ്പോഴും നമ്മളെപ്പോഴും പ്രോഗ്രസീവായിട്ടൊരു സമൂഹമായിട്ട് നമ്മളെ തന്നെ കാണുന്നതാണ്. ഇത്രയും എഡ്യൂക്കേഷനുള്ള ലിറ്ററസി ഇത്ര അധികമുള്ളൊരു സമൂഹമായിട്ടാണ് നമ്മളെ തന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ നമ്മൾ കുടുംബങ്ങളിൽ കുറവ് വരുന്നു അവിടെയാണ് നമ്മുടെ വിദ്യാലയങ്ങളും അവിടെയാണ് നമ്മുടെ സ്റ്റേറ്റ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് സെക്സ് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും ഈ ചൂഷണം തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കുക, അതെ എന്ന് പറയുന്നതിന്റെ ആവശ്യകത ആവർത്തിച്ച് പറയപ്പെടുമ്പോഴും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ദിശാബോധത്തോടെ എപ്പോൾ സംസാരിക്കപ്പെടുന്നു അപ്പോൾ വാളെടുക്കുന്ന പലതരം സമ്മർദ്ദ ശക്തികളുള്ള ഒരു സമൂഹം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മറന്നു പോകാനും കഴിയില്ല. ഡോക്ടർ മോഹൻ റോയ്, ഇത്രയധികം നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയധികം മോശമായ ഒരു ഉദാഹരണം മുന്നിൽ വെച്ചുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് എന്നതുപോലും വലിയ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇത്ര അളവിൽ ഒരു പെൺകുട്ടി പെയിൻ എടുത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഇനി ഒരു കുഞ്ഞിന് ഇതുണ്ടാവരുത് എന്ന് പറഞ്ഞ് വീണ്ടും ചർച്ച ചെയ്യുന്നത് എന്നുള്ളതും ഏറെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഒരു ചർച്ചയിൽ അഡ്വക്കേറ്റ് എൻ രാജീവ് പറയുന്നത് കേട്ടോ, ആ കുട്ടി തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് തുറന്നു പറഞ്ഞ സംഭവ വികാസമായതുകൊണ്ട് അവരുടെ ഒരു മാനസിക നില കുറച്ചുകൂടി ആരോഗ്യകരമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആ മാനസിക നിലയിലേക്ക് ആ കുഞ്ഞ് എത്താൻ വേണ്ടി എത്ര കാലയളവ് എടുത്തിട്ടുണ്ടായിരിക്കും? ഒരു മനുഷ്യനോട് പറയാൻ കഴിയാതെ ഇത് മുഴുവൻ ഇതിപ്പോൾ എത്രമേൽ സ്വയം യുദ്ധം ചെയ്തിട്ടായിരിക്കും ഇത് തുറന്നു പറയാനുള്ളൊരു ശേഷി എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ കാലയളവ് നേരത്തെ അഡ്വക്കേറ്റ് എൻ രാജീവ് പറഞ്ഞതുപോലെ എത്ര കാലം അവരെ ഇനി വേട്ടയാടും? ഈ കാലയളവ് യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പോൾ ആ പെൺകുട്ടി ആ ശക്തി നേടിയെടുത്തു എന്നുള്ളത്, ശക്തി നമുക്ക് പല രീതിയിൽ കിട്ടാം. അതായത് ഒരാൾ എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ എൻ്റെ പെട്ടെന്നുള്ളൊരു റിഫ്ലക്സ് ആക്ഷനായി, എൻ്റെ നേരെ ഒരു വസ്തു ഇപ്പോൾ എവിടെന്നെങ്കിലും എറിയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അത് മാറാം. അത് റിഫ്ലക്സായി സംഭവിക്കുന്നതാണ്. അത് റിഫ്ലക്സായി സംഭവിക്കുകയാണ്. ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു റിഫ്ലക്സ് ഉണ്ട്. ഒരു കൃത്യമായ ആക്രമണം വന്നാൽ അത് ഏത് ദിശയിൽ നിന്നാണെങ്കിലും എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു കഴിവുണ്ടാവും. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ചില ഈ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസുകളിൽ, ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമം നേരിടുന്നവരുടെ കേസുകളിലൊക്കെ കാണുന്ന ഒരു ശക്തി അഥവാ കറേജ് എന്ന് പറയുന്നത്, ഇത് എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം നമുക്കറിയാമല്ലോ, നമുക്ക് ചില തീവ്ര വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഇത് കാണുന്നവർക്കൊക്കെ തന്നെ ചിലപ്പോൾ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവർക്കത് അറിയാൻ സാധിക്കും. അവർക്കൊരു നമ്പനെസ്, അതായത് അവരൊരു നമ്പായിരിക്കുന്നത്, അവർക്ക് വേദനയില്ല, തീവ്ര ദുഃഖ. നിങ്ങൾ കരയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? കരയുന്നത് യഥാർത്ഥത്തിൽ മനഃശാസ്ത്രപരമായി നോക്കിയ ഒരു നല്ല കാര്യമാണ്. നിങ്ങൾ കരയാത്തവരുടെ ദുഃഖം അറിഞ്ഞിട്ടുണ്ടോ? അതായത് കരയാൻ പോലുമുള്ള ഊർജമില്ലാത്തവരുടെ, കരയാൻ പോലും സാധിക്കാത്തവരുടെ, കണ്ണീർ വറ്റിയവരുടെ ദുഃഖം നമ്മൾ കാണുന്നുണ്ടോ? അവരുടെ ദുഃഖം യഥാർത്ഥത്തിൽ നമുക്ക് കരയുന്നവരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അവന് ദുഃഖമുണ്ടെന്നറിയാൻ പറ്റും, അവന് വിഷമുണ്ടെന്നറിയാൻ പറ്റും. ഈ കരയാൻ പോലും വയ്യാത്തവൻ്റെ ആ നമ്പനസിൽ നിന്നും
ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ധൈര്യമുണ്ട്. അതായത് അവനിനിയൊന്നും നഷ്ടപ്പെടാനില്ല എന്ന ബോധ്യത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ധൈര്യമുണ്ട്. അപ്പോൾ അത്തരം ധൈര്യത്തിൽ നിന്ന് നിങ്ങൾ ചെയ്ത ഒരു കാര്യം ആ വ്യക്തി പൂർണ്ണമായിട്ടും സ്വാഭാവിക അവസ്ഥയിലേക്കായി എന്നായി നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് എനിക്ക് ശാസ്ത്രീയമായ എൻ്റെ സംശയങ്ങളുണ്ട്. ആ അവസ്ഥയിലേക്ക് ആ കുട്ടി എത്തി. നോക്കൂ, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, സ്റ്റേറ്റ് ഈസ് ദ പേരൻറ്റ്, സംവിധാനമാണ് പേരൻറ്റ്. എൻ്റെ സ്ഥലത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റാണ് എൻ്റെ പേരൻറ്റ്. സംവിധാനം അതിലൂടെയാണ് എന്നിലേക്ക് എത്തേണ്ടത്. അവിടുത്തെ അശരണരെ, ആലംബഹീനരെ, സ്ത്രീകളെ, മുതിർന്നവരെ, കുട്ടികളെ അവരെ നോക്കേണ്ട സംവിധാനങ്ങളാണിത്. ഈ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കുട്ടിയെ എംപവർ ചെയ്യുന്നതിൽ എന്ത് പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ? ഒരു 13, 14, 15 ഏത് പ്രായത്തിലുമാകട്ടെ കുട്ടിക്ക് ഈ ഒരു കാര്യം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും പേരുടെ ഒറ്റതിരിഞ്ഞും സംഘടിതവുമായ ആക്രമണം ആ കുട്ടി നേരിട്ടപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടി നിശബ്ദമാക്കപ്പെട്ടത്, അല്ലെങ്കിൽ നിശബ്ദയായിരിക്കാൻ അവൾ തീരുമാനിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവൾ നിശബ്ദയായിരിക്കാൻ അവളുടെ പുറകിൽ എന്തൊക്കെ പ്രയോഗങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നാം ഇതിൽ അറിയേണ്ടത്. അല്ലാതെ നമ്മളിത് സംഭവിച്ചു കഴിയുമ്പോൾ തുറന്നു പറഞ്ഞു എന്നത് ആ കുട്ടിയിലേക്ക് ഇപ്പോഴും ഞാൻ പറയട്ടെ, നമ്മുടെ സംവിധാനങ്ങൾ ആ കുട്ടിയിലേക്കാണ് എത്തിയത്. അതുകൊണ്ടാണ് ഈ വിഷയം മുന്നിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു രീതിയിലല്ല കാര്യങ്ങൾ പോകേണ്ടത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ ചർച്ച കഴിഞ്ഞ് നമ്മൾ റോഡിലേക്ക്, നമ്മൾ ഈ പാനലിസ്റ്റുകളെല്ലാം തന്നെ റോഡിലേക്ക് ഇറങ്ങുകയാണെന്ന് വയ്ക്കൂ, ഒരു അപകടം നടക്കുന്നു, ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടക്കുന്നു, നമുക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, അവിടെ ഉള്ളവർക്ക് അറിയാമല്ലോ. നമുക്കറിയാവുന്നിടത്താണ് ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു കുറ്റകൃത്യം എനിക്കെതിരെ ചെയ്താൽ, ഒരു കൃത്യം സമൂഹത്തിൽ ഉള്ളതായി എനിക്ക് സംശയിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ 64 പേരുടെ കഥ പറയുന്നുണ്ടല്ലോ, ഈ 64 പേര് കേസിൻ്റെ വിവിധ വശങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും ചില ആൾക്കാർ, ഈ 64 പേരിൽ ചിലവരെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ വന്ന്, കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ചിലവരതിൽ നിന്നും വന്ന് പിൻവാങ്ങിയിട്ടുള്ളവരുണ്ടാവും. എല്ലാ ഇത്തരം കേസുകളിലും അങ്ങനെയുള്ളവരെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ആ പിൻവാങ്ങിയവർക്ക് പോലും ഈ നടന്നതൊരു കൊടിയ അപരാധമാണെന്നും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണെന്നും തോന്നാത്തിടത്താണ് നമ്മുടെ പ്രശ്നം. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ടെന്നുള്ളത് അവരെ അറിയിക്കാത്തിടത്താണ് പ്രശ്നം. അവരെയും നമ്മൾ യഥാർത്ഥത്തിൽ നരാധമന്മാരുടെ കൂട്ടത്തിൽ, നമ്മൾ ഈ 64 പേരെ നരാധമൻ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അല്ലാത്ത, ഇതിനു നേരെ നിശബ്ദമായി കണ്ണടച്ചവർ, ഒരു നഗരത്തിൽ അനീതി ഉണ്ടായാൽ വൈകുന്നേരത്തിനകം അവിടെ കലാപം ഉണ്ടാവുകയും അല്ലെങ്കിൽ അത് കത്തിയമരുകയോ ചെയ്യേണ്ടത്. അങ്ങനെ നിശബ്ദരാക്കപ്പെട്ടവർ, മനഃപൂർവ്വമോ അല്ലാതെയോ നിശബ്ദരാക്കപ്പെട്ടവർ കൂടി ചേർന്ന നരാധമന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ഒരു വലിയ വശം കൂടി ഇതിനുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെയും യഥാർത്ഥത്തിൽ അവർ കൂട്ടുപ്രതികളല്ലേ. നിങ്ങളറിഞ്ഞു, പോക്സോയുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണല്ലോ. നിങ്ങൾക്ക് ആ സംഭവം അറിഞ്ഞിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ നിങ്ങൾ കൂട്ടുപ്രതിയാണ്. യഥാർത്ഥ പ്രതിയുടെ അത്രയും കുറ്റം ചെയ്ത ആളാണ് നിങ്ങൾ. അതിലേക്കും കൂടി നമ്മൾ എത്തേണ്ടതുണ്ട് എന്നുള്ളിടത്താണ് ഈ പ്രശ്നത്തിൻ്റെ തീവ്രത, ഗുരുതരാവസ്ഥ നിലനിൽക്കുന്നത്. ഡോക്ടർ സംസാരിച്ചു തുടങ്ങുമ്പോൾ സോയോട് ചോദിക്കാനൊരു ചോദ്യം ഞാൻ കുറിച്ചു വെക്കുകയായിരുന്നു. അത് പക്ഷെ അതിനേക്കാൾ ബൃഹത്തായിരുന്നു ഡോക്ടർ പറഞ്ഞു വന്നപ്പോൾ വരച്ചിട്ട ചിത്രം എന്ന് പറയുന്നത്. ഞാൻ സോയോട് ചോദിക്കാൻ കുറിച്ചു വെച്ചത്, സോയ, ഈ 64 പേരിൽ ഒരാൾ പോലും പറഞ്ഞിട്ടല്ല ഈ വിവരം പുറത്തു വരുന്നത്. ഈ ദൃശ്യങ്ങൾ ഈ കുട്ടിയുടെ ആൺസുഹൃത്തായിരുന്ന അല്ലെങ്കിൽ ആൺസുഹൃത്താണ് എന്ന് ആ കുട്ടി ഒരിക്കൽ തെറ്റിദ്ധരിച്ച ഒരാളിൽ നിന്ന് പകർന്നു കിട്ടിയ സകല മനുഷ്യരും അതിൽ നിന്ന് എനിക്കെന്താ എന്ന് ചിന്തിച്ച് അതിൽ നിന്ന് ഈ കുട്ടിയെ ചൂഷണം ചെയ്യുന്നതിലൂടെ കിട്ടുന്നു എന്നവർ വിചാരിച്ച ലാഭത്തിന് പിന്നാലെയായിരുന്നു. അവരിൽ ഒരാൾക്കു പോലും ഇതൊരു ക്രൈമാണ്, ഇത് നിയമത്തെ അറിയിക്കേണ്ടതുണ്ട്, ഒന്നുമല്ലെങ്കിൽ ആ കുഞ്ഞു പ്രായത്തിലുള്ള പെൺകുട്ടിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്, അത് അനുഭവിക്കുന്ന വേദന ഇല്ലാതാക്കേണ്ടതുണ്ട് എന്ന് തോന്നിയില്ലല്ലോ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് ഈ 64 പേരോ അതിനപ്പുറത്തേക്കോ ഒരുപക്ഷെ എനിക്കിത് വേണ്ട എന്ന് തീരുമാനിച്ച മനുഷ്യർ പോലും ഇത് നിയമത്തിന് മുന്നിൽ വരണമെന്നോ ഇത് ചോദ്യം ചെയ്യപ്പെടണമെന്നോ എന്ന് വിചാരിച്ചില്ല എങ്കിൽ ഈ പറയുന്ന യൂത്തിനെ, ഞാൻ ആവർത്തിച്ച് പറയുന്നതിൻ്റെ സിംഹഭാഗവും ഈ പ്രായപരിധിയിലുള്ളവരാണ്, ഈ മനുഷ്യരെയാണ്, ഈ യുവത്വത്തെയാണ്, ഇവരോടാണ് നമ്മൾ രാഷ്ട്രീയം പറയുന്നത്. ഇവർക്കിടയിൽ പ്രവർത്തിച്ചാണ് നിങ്ങൾ ഈ രാഷ്ട്രീയ കേരളത്തെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത്. എത്ര പ്രതീക്ഷ ബാക്കി വെക്കണം? അല്ല, തീർച്ചയായും നിർഭാഗ്യകരമായിട്ടുള്ളൊരു സാഹചര്യമാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയൂ. കാരണം ഇന്നിവിടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് പോലും നമ്മളെ സംബന്ധിച്ച് തലകുനിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു രാഷ്ട്രീയവും സാമൂഹ്യവും അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ പോലും നമുക്ക് ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു 5 വർഷത്തെ നിരന്തരമായ ട്രോമയിലൂടെ കടന്നുപോയ ഒരാളെ തിരിച്ചറിയാനോ സഹായിക്കാനോ കൈപിടിക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് മനുഷ്യരാണ്,
അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹം എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയായി നമ്മൾ നിൽക്കുകയാണ്. നമ്മളെപ്പോഴും ഉത്തരേന്ത്യയെ പറ്റിയും അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെയും പിന്നെ ബീഹാറിലെയും ഒക്കെ കഥകളെടുത്ത് നമ്മൾ എല്ലാ കാലത്തും പറഞ്ഞു വെക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ അധമരാണ് നമുക്കിടയിലുള്ളത് അല്ലേ? നമ്മുടെ സുഹൃത്തുക്കൾ അല്ലേ? നമ്മളെപ്പോലെയുള്ള മനുഷ്യർ, അവർക്കും സുഹൃത്തുക്കളായിട്ടുണ്ടാകും, അമ്മമാരുണ്ടാകും, സഹോദരന്മാരുണ്ടാവും, സഹോദരിമാരുണ്ടാവും. ഇതൊക്കെ ചെയ്യുന്നവരും പൊതുസമൂഹത്തിൽ എല്ലായിടത്തും വിരാജിച്ചു കൊണ്ടുപോകുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് 40 പേരെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം എന്ന് പറയുന്നവർ പൊതുവിടത്തിൽ അത്രത്തോളം വിസിബിൾ ആയിട്ടുള്ള മനുഷ്യരാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യരോടാണ് നിങ്ങൾ രാഷ്ട്രീയം പറയുന്നത്, നിങ്ങൾ അത്തരം മനുഷ്യരോടാണ് സാമൂഹ്യ നന്മയെ പറ്റി പറയുന്നത്, രാഷ്ട്ര നിർമ്മിതിയെ പറ്റി പറയുന്നത് എന്നുള്ളതൊക്കെ വലിയ പിന്നെ ഗതികേടാണെന്ന് കൂടി നമുക്ക് തോന്നുകയാണ്. 1800 ദിവസങ്ങൾ എന്ന് പറയുന്ന 5 വർഷം ആ കുട്ടി കടന്നുപോയിട്ടുള്ള ഒരു ട്രോമ. ഇത് ഒരുപക്ഷെ ചില ആളുകൾ ഇന്നലെ ഒരു ചോദ്യം വന്നത്, അവർ മറ്റാരും ഇത് അറിഞ്ഞിട്ടില്ലേ? ചില ആളുകൾ ചോദിക്കുന്നു, ഈ കുട്ടി മാത്രമായിരിക്കുമോ ഇത് അറിഞ്ഞിട്ടുണ്ടാവുക? ഞാൻ പറഞ്ഞത് രണ്ടും അപകടകരമായ ഒരു കാര്യമാണ്. ഈ കുട്ടി മാത്രം അറിഞ്ഞിട്ട് അത് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു തുറന്ന സമീപനം നമ്മുടെ നാട്ടിലില്ലെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. ഇനി ഇതൊക്കെ അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇനി പ്രതിയല്ലാത്ത ആരെങ്കിലും അവരൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുറ്റമാണ്, ഇനിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് തീരുമാനിക്കാനോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ സംവിധാനങ്ങളിലേക്കും നിയമ സംവിധാനങ്ങളിലേക്കും എത്തിക്കാനുള്ള ഒരു കെൽപ്പ് പോലും നമ്മുടെ സമൂഹത്തിനില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ന്യായത്തിലേക്കും നീതിയിലേക്കും നിയമ സംവിധാനത്തിലേക്കും ഒക്കെ നടക്കുന്നു, നമ്മൾ പുരോഗമനമായും പ്രോഗ്രസീവായും ഒക്കെ നടക്കുന്ന ഒരു സമൂഹമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് വലിയ അബദ്ധമാണ് എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. മധു ആദ്യം ചോദിച്ചൊരു ചോദ്യം, നേരത്തെ ആദ്യത്തെ പാനലിസ്റ്റിനോട് ചോദിച്ചൊരു ചോദ്യം, എവിടെ നിന്നാണ് ഈ കോൺഫിഡൻസ് കിട്ടുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ സമൂഹത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പം മീൻ കച്ചവടക്കാർ ഉൾപ്പെടെ ബസ് ഡ്രൈവർമാർ പൊതുവിടത്തിൽ വലിയ രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള മനുഷ്യരാണ്. എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ആ ധൈര്യത്തിൻ്റെ ഒരു കാരണം, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാരണം, ഈ വരുന്ന ഇരകളായിട്ടുള്ള മനുഷ്യരുടെ ഒരു പിന്നോക്കാവസ്ഥയാണ്. അത് ജാതീയമായിട്ടുള്ളതാവാം, സാമ്പത്തികമായിട്ടുള്ളതാവാം, ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള ഒരു പിന്നോക്കാവസ്ഥ. ഇന്ന് അരീക്കോട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കേസിൽ 15 പേർ നിരന്തരമായി ആ കുട്ടിയെ അബ്യൂസ് ചെയ്തു എന്ന് പറയുന്നത് ആ പെൺകുട്ടി മാനസികമായി ചെറിയ ബുദ്ധിമുട്ടുകളിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ദുർബല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദുർബലമായിട്ടുള്ള മനുഷ്യരെ, അത്തരത്തിലുള്ള ഏതെങ്കിലും പിന്നെ അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്നുള്ള ആളുകളെ, അതൊരു വലിയ കോൺഫിഡൻസ് ആണ്. നിങ്ങൾ ഒരു സാധാരണ സ്ത്രീയെ റേപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ദളിത് സ്ത്രീയെ അല്ലെങ്കിൽ ദളിത് പെൺകുട്ടിയെ പിന്നെ ഇത്തരത്തിൽ അബ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ആയി മാറുകയാണ്. ഇപ്പോൾ വാളയാറിലും വണ്ടിപ്പെരിയാറിലും ഒക്കെ നമുക്കതിൻ്റെ ഒരു പിന്നെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. കുറേ കേസുകൾ, ഞാൻ എല്ലായിടത്തും അതൊരു ജനറലൈസ് ചെയ്ത് ഞാൻ പറയുകയല്ല, പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു പിന്നോക്കാവസ്ഥ, നേരത്തെ മാളവിക പിന്നെ അദ്ദേഹം മാം പറഞ്ഞു വെച്ചതുപോലെ ആ കുട്ടികളുടെ പിന്നെ കുടുംബത്തിൽ നിന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ അവരുടെ പിന്നോക്കാവസ്ഥ, മാതാപിതാക്കളുടെ രീതികൾ, ഇതൊന്നും ഒരു കാലത്തും പുറത്ത് പറയപ്പെടുകയില്ല. ഇതൊക്കെ എല്ലാ കാലത്തും പൊതിഞ്ഞു പിടിക്കപ്പെടും എന്നൊക്കെയുള്ളൊരു ധാരണ. കാരണം യുവാക്കളായിട്ടുള്ള ആളുകൾ പോലും ഇതൊന്നും ഒരു കാലത്തും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, ഇതൊന്നും വലിയ പ്രശ്നമല്ല, അവരിതൊന്നും പുറത്തു പറയാൻ പറ്റുന്ന ആളുകളല്ല എന്നുള്ളൊരു ധാരണ, സാമാന്യ ധാരണ എല്ലായിടത്തും ഉണ്ട്. പിന്നെ അരീക്കോട് കേസിൽ പോലെ ഒരു മാനസികമായി ബുദ്ധിമുട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, അവൾ ഒരിക്കലും ഇതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല എന്നുള്ള ഒരു ധൈര്യം. പിന്നെ മുൻപ് നടന്നിട്ടുള്ള ഇത്തരം കേസുകളിൽ ഇപ്പം ഇന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലും പോലീസ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ്, ഇപ്പം ഇവരെയൊക്കെ പിടിക്കാം, അറസ്റ്റ് ചെയ്യാം, കസ്റ്റഡിയിലെടുക്കാം, ചോദ്യം ചെയ്യാം, പക്ഷെ സാങ്കേതികമായിട്ട് തെളിവുകളോടുകൂടെ നമുക്ക് എത്രത്തോളം കുറ്റവാളികളാണെന്ന് വരുത്തി തീർക്കാൻ കഴിയും. കാരണം വലിയൊരു ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എത്രത്തോളം നമുക്ക് ഈ കേസുകളിലെ തെളിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിക്കവർ ചെയ്യുന്നതിനുള്ള വലിയ പ്രയാസം നേരിടും. അപ്പോൾ ഇതൊക്കെ സാങ്കേതികമായി ഒരു കുറ്റകൃത്യം തെളിയിക്കുന്നതിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഇതിനെ വീണ്ടും വീണ്ടും ദുർബലമാക്കുകയാണ്, ഈ ഒരു വിഷയത്തെ ദുർബലമാക്കുകയാണ്. അപ്പോൾ അത് ദുർബലമാകും തോറും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള എനർജി വലിയ രീതിയിൽ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആലുവയിലെ ഒരു കേസ്, ഒരു പെൺകുട്ടിയെ പോലെ ഞാനല്ല അതിൽ ലജ്ജിക്കേണ്ടത്, അത് ആ മനസ്ഥിതിയും ആ രോഗാതുരമായ മാനസികാവസ്ഥയും ഉണ്ടാക്കിയെടുത്ത ക്രിമിനലുകളാണ് എന്നത് ചിന്തിക്കാനുള്ള ശേഷിയും ഉണ്ടാകും. പക്ഷെ റേപ്പ് എന്ന് പറയുന്നത് പരമ്പരാഗതമായ ഗോത്രീയമായ ഒരു മർദ്ദകമുറയായി സ്വീകരിച്ച മനുഷ്യരുടെ ദുരാത്മാക്കളുടെ ഒരു അവരുടെ ഒരു വലിയ
ആഘോഷമായി മാറുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ശേഷി പലർക്കും പലതാണ് എങ്കിലും അതിനെ ഏറെക്കുറെ ഒന്നുപോലെ കണ്ട് ശിക്ഷിക്കാനുള്ള നിയമമാണ് നമുക്കുള്ളത്. അതിൽ എത്രത്തോളം തെളിവുകൾ ബാക്കിയുണ്ട്, അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടത്. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് എൻ രാജീവ്, ഈ പെൺകുട്ടി തന്നെ വെളിപ്പെടുത്തിയ കൃത്യമായ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് നിങ്ങളോടടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ ഫോണിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള നമ്പറുകളടക്കമുള്ളവ, വൈകുന്നേരം 8 മണി മുതൽ 2 മണി വരെ കോണ്ടാക്ട് ചെയ്ത ആളുകളുടെ പട്ടിക, ഇതൊക്കെ വെച്ചിട്ടുള്ള അന്വേഷണവും അറസ്റ്റും ഒക്കെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഇപ്പോൾ ശ്രീമതി സോയ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ, ഇത്രയും കാലപ്പഴക്കമുണ്ട് എന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു പോകാവുന്ന തരത്തിലുള്ള തെളിവുകൾ മാത്രമേ നിലവിൽ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലുള്ളൂ, അതോ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് കഴിയുമെന്നൊരു ആത്മവിശ്വാസം പ്രാഥമികമായ ഘട്ടത്തിൽ ഇത് പരിഗണിച്ച കേട്ടയാളെന്ന നിലയ്ക്ക് അങ്ങേക്കുണ്ടോ? അതിൽ ഈ കാലതാമസത്തിന് മുമ്പ്, ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് 2 വിഷയം ശ്രദ്ധ വന്നതും കൂടെ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, ഈ പേരൻറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഒരിക്കലും അതൊരു വിക്ടിമിൻ്റെ, ഇരയുടെ പേരൻറ്റിങ്ങിനെ സംബന്ധിച്ചല്ല സൂചിപ്പിച്ച്, കുട്ടികളുടേത് എന്ന് പൊതുവിൽ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് അത് പ്രതിയായിട്ട് നാളുകളിൽ ഇരയൊക്കെ ആകുന്നത് പിന്നീട് ഈ ഇൻസിഡൻറ്റിന് ശേഷമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇരയാവാതിരിക്കാൻ അല്ലെങ്കിൽ പ്രതിയാവാതിരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു മികവ് കുട്ടികൾക്കുണ്ടാക്കിയെടുക്കണം എന്നേ ഞാനതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. പിന്നെന്നുള്ളത് ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ, സെക്സ് എഡ്യൂക്കേഷൻ ഇപ്പം നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമാണ്. അത് BEdൻ്റെ അടക്കം, അതായത് ഇപ്പോൾ BEd പഠിക്കുന്നവർക്ക് അവരുടെ സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ട്. നിലവിലുള്ള അധ്യാപകർക്ക്, അത് ഹയർ സെക്കൻഡറി ആവട്ടെ ഹൈസ്കൂളാവട്ടെ, അവർക്ക് ഈ പോക്സോ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രത്യേക പരിശീലനം കൊടുത്തുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ എങ്ങനെ ഇടപെടണം എന്നുള്ള പരിശീലന പരിപാടി തുടങ്ങിയിട്ട് നാൾ കുറേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെക്സ് എഡ്യൂക്കേഷൻ അടക്കമുള്ള കാര്യത്തിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നെല്ലാം നമ്മൾ മാറിയാണ് നിൽക്കുന്നതെന്നുള്ളത് എന്താ കമൻറ്റ് ആ വിഷയത്തെ അടുത്ത് കാണാത്തതുകൊണ്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇവിടെ സൂചിപ്പിച്ച കേസിൻ്റെ സ്ഥിതിയെ സംബന്ധിച്ച്, അത് ഈ പറഞ്ഞതുപോലെ താമസിച്ചു പോയി, വൈകിപ്പോയി എന്നുള്ളത് മാത്രം കേസിൽ നിന്ന് പ്രതികൾക്ക് രക്ഷപ്പെടാനൊരു കാരണമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ ഒരു അഭിഭാഷക അനുഭവം കൂടി വെച്ചുകൊണ്ട് പറയട്ടെ, അതൊരു കാരണമല്ല. മറ്റെന്തെങ്കിലുമൊക്കെ ചേർന്ന് വന്നാൽ മാത്രമാണ് അതിനൊരു ദൗർബല്യം ഉണ്ടാവാനുള്ള സാധ്യത. പക്ഷേ കൃത്യമായ വ്യക്തമായ പര്യാപ്തവും പ്രകടവുമായ തെളിവുകൾ നിലവിലുണ്ട് അല്ലേ? അതെ, ആ സമയത്ത് വന്നിരുന്നത് പോലെ ഇല്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ എന്നാലും കേസിൽ പ്രതികൾ രക്ഷപ്പെടാൻ തക്കതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്നുള്ള ചിന്ത എന്നെ സംബന്ധിച്ച് ഇല്ല. അഡ്വക്കേറ്റ് രാജീവ്, ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ 30ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 64 പേരുടെ പേർ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു കണക്ക് എന്ന് പറയുന്നത്. ചിലർ നാടുവിട്ടു പോയിട്ടുണ്ട് ഈ സംഭവം അറിഞ്ഞത് മുതൽ എന്നും പറയുന്നു. പ്രതികളിൽ സത്യം പറഞ്ഞാൽ പേര് വിളിച്ചു പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആ കുട്ടിയുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ പരിമിതി അനുഭവിക്കുകയും ചെയ്യുന്നത്. ആ ആളുകളെ പൂർണ്ണമായും നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? തീർച്ചയായും അത് കൊണ്ടുവരേണ്ടതാണല്ലോ. കാരണം കുട്ടി ഞങ്ങളോട് പറയുമ്പോൾ 64ഓളം പേരെന്നുള്ളത് എനിക്ക് പറഞ്ഞു. അത് സൈക്കോളജിസ്റ്റിൻ്റെ മുമ്പിൽ പറയുമ്പോൾ പേര്, ആരൊക്കെ, ഉദ്ദേശിച്ച വയസ്സ്, എവിടെ വെച്ച്, എന്തൊക്കെ എന്നുള്ള നിലയ്ക്കുള്ള വിവരങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ ഉൾപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് ഇരിക്കെ അവരെല്ലാം നിയമത്തിന് മുമ്പിൽ വരേണ്ടവർ തന്നെയാണെന്നുള്ള ഉറച്ച വിശ്വാസം എന്നെ സംബന്ധിച്ചുള്ളത്. ഓക്കെ, ഞാൻ വരാം അങ്ങിലേക്ക്. ഡോക്ടർ മാളവിക ബിന്നി, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ഡോക്ടർ മാളവിക ബിന്നി, ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് പിന്നാലെ വരുന്ന കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും കൂടുതൽ പ്രബുദ്ധരാണ്, അവർ പോരാടാൻ മനസ്സുള്ളവരാണ്, അവർക്ക് നോ പറയാൻ കഴിയുന്നവരാണ്, നോ എന്ന് വെച്ചാൽ നോ എന്നു തന്നെയാണ് ആർജവത്തോടെ പറയാൻ കഴിയുന്നവരാണ് എന്നൊക്കെയാണ്. അതും അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഈ മിഡിൽ ക്ലാസ്സിനും അതിന് മുകളിലേക്കുമുള്ള ആളുകൾക്ക് മാത്രം സാധ്യമാകുന്ന പ്രിവിലേജുകളാണ് എന്നതുകൂടിയുണ്ടോ? ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതിലൊരു വലിയ ഡിസ്ക്രിപ്പൻസി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൽ കാസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പലപ്പോഴും നമുക്ക് ഈ നഗരങ്ങളിലുള്ള കുട്ടികളും അല്ലെങ്കിൽ അവിടെയുള്ള സ്കൂളിൽ പഠിക്കുന്നതും കോളേജിൽ പഠിക്കുന്ന ആയിട്ടുള്ള കുട്ടികളും ഗ്രാമങ്ങളിലുള്ള കുട്ടികളും തമ്മിൽ ഈ വലിയ വ്യത്യാസം
നമുക്ക് കാണാൻ പറ്റും. സെക്ഷൽ നോളജ് വളരെ വളരെ കുറവുള്ള, അതായത് ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും പഠിക്കാത്ത കുട്ടികൾ പലപ്പോഴും കല്യാണമൊക്കെ തീരുമാനിച്ച് കഴിയുന്ന സമയത്ത് നമ്മളോട് വന്ന് സെക്സിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിലുള്ള ആ ഒരു ലെവൽ ഓഫ് എന്താ പറയുന്ന ഒരു നോളജിൻ്റെ കുറവ് നമുക്ക് കാണാൻ പറ്റും. 2023 മാത്രമാണ് സെക്സ് എഡ്യൂക്കേഷൻ കുറച്ചുള്ള ഒരു രീതിയിലെങ്കിലും നമ്മുടെ കരിക്കുലത്തിൽ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് എത്ര സ്ഥലങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടാണോ, സെക്ഷുവാലിറ്റിയെക്കുറിച്ചുള്ള എഡ്യൂക്കേഷനാണോ അതോ സെക്സ് എഡ്യൂക്കേഷൻ ആണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് തന്നെ ചോദിക്കേണ്ടി ഇരിക്കുന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ ഈ ഇരയെ സംരക്ഷിക്കുന്നതല്ല, നമ്മൾ പ്രതികളാക്കാതിരിക്കുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷനാണ് വേണ്ടത്. അതിന് നമ്മൾ വളരെ കുഞ്ഞിലേ തന്നെ തുടങ്ങേണ്ടതാണ്. അതായത് നമ്മൾ ഇത് ഈ നമ്മുടെ മറ്റൊരു ചർച്ച ഇതിൻ്റെ കൂടെ പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂറിൻ്റെ ഈ സെക്ഷലി ലൂഡായിട്ടുള്ള റിമാർക്സിനെ കുറിച്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് കോയിൻസാണ്. നിങ്ങൾ സ്ത്രീകളെയും പെൺകുട്ടികളെയും പെണ്ണുങ്ങളെയും ഇൻ ജനറൽ തുച്ഛീകരിച്ച് കാണുന്ന ഒരു സമൂഹത്തിൽ റേപ്പിൻ്റെ സാധ്യതകളും ശരീരങ്ങളുടെ പുറത്തുള്ള അധികാര പ്രയോഗങ്ങളും എപ്പോഴും കൂടിയിരിക്കുമെന്ന് നമ്മൾ 50-60 വർഷമായിട്ടുള്ള ജെൻഡർ പഠനങ്ങൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു ദിവസം ഉണ്ടാവില്ല. റേപ്പ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു ലസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ലൈംഗിക വികാരത്തിൻ്റെ അൺകൺട്രോൾഡ് ആയിട്ട് വരുന്ന ലൈംഗിക വികാരത്തിൽ നിന്ന് വരുന്നതല്ല. അത് എപ്പോഴും ഒരു അധികാര പ്രയോഗമാണ്. അവിടെ പവർ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് കീഴ്പ്പെടുത്താമെന്ന് സാധ്യതയുള്ള, അല്ലെങ്കിൽ ഞാൻ ഇതിനാൽ ഒരു പ്രശ്നത്തിൽ എത്തുകയില്ലെന്ന് സാധ്യമുള്ള മനുഷ്യരുടെ പുറത്ത് മാത്രമാണ് റേപ്പ് വരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ദളിത് റേപ്പുകൾ ഇന്ത്യയിൽ നടക്കുന്നത്. 23% ദളിത് സ്ത്രീകളാണ്. അതായത് നമ്മൾ 100 ദളിത് സ്ത്രീകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ 23 പേര് റേപ്ഡ് ആണെന്നാണ് BBC റിപ്പോർട്ട് നമ്മളെ കാണിക്കുന്നത്. ഇന്ത്യയിൽ ഓരോ മണിക്കൂറിനും 2 മണിക്കൂറിൽ ഒരു റേപ്പ് നടക്കുന്നുണ്ടെങ്കിൽ 18 മിനിറ്റിൽ ഒരു ദളിത് റേപ്പ് നടക്കുന്നുണ്ടെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. ഇതെല്ലാം നമ്മളോട് വിളിച്ചു പറയുന്നത് റേപ്പ് എന്ന് പറയുന്ന ഒരു അധികാര പ്രയോഗം ആണ്. ഈ അധികാര പ്രയോഗം നടക്കുന്നത് നമ്മൾ സ്ത്രീകളെ തുച്ഛീകരിച്ചും അവരെ ഒരു സെക്കൻഡറി സിറ്റിസൺസ് ആയിട്ടും അവർ കുറഞ്ഞ പൗരന്മാരായിട്ട് കാണുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഇമ്പ്യൂണിറ്റി മനസ്സുകളിൽ പലപ്പോഴും, അത് യുവാക്കന്മാരായിരിക്കുന്ന മനസ്സുകളിൽ പോലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എന്നുള്ളൊരു ഐഡിയ നമ്മൾ അത് സൗഹൃദങ്ങളിലാണെങ്കിലും പ്രണയങ്ങളാണെങ്കിലും മറ്റ് ബന്ധങ്ങളാണെങ്കിലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നേരത്തെ മാധു ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായിട്ട് ഉള്ളൊരു ചോദ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു യുവതലമുറയെ യുവതലമുറ കണ്ടു വളർന്നത് ഈ ആണധികാര പ്രയോഗങ്ങളാണ്. സിനിമയിലൂടെ ആണെങ്കിലും അവരുടെ വീടുകളിലാണെങ്കിലൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെക്ഷലി ചാർജ്ഡ് ആയിട്ട് ഒരു റിമാർക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ സെക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു കമൻറ്റ് വരുമ്പോൾ, സ്ത്രീയെ തുച്ഛീകരിച്ച് പറയുന്ന ഒരു തമാശ പറയുമ്പോൾ തന്നെ അവിടെ തന്നെ അതിന് തടയിടണം. ഇതൊരു സിസ്റ്റമിക് വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കിയിൽ നിന്ന് സ്റ്റെം ചെയ്യുന്ന ബ്രാഹ്മണ്യ മൂല്യങ്ങളിൽ അതിൽ എംബഡഡ് ആയിട്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ ഒറ്റൊരു പ്രശ്നത്തിലേക്ക് ചുരുക്കി കാണേണ്ടതല്ല. വലിയ ഒരു വലിയ ഒരു പിരമിഡിന്റെ ഏറ്റവും മുകളിലുള്ള നമ്മൾ പറയില്ല, ഒരു ഐസ്ബർഗിന്റെ ടിപ്പ് മാത്രമാണ് ഇത് ഇപ്പോൾ റിവീൽഡ് ആയിരിക്കുന്നത്. വലിയ സ്ട്രക്ചറൽ ഇഷ്യൂ ഉണ്ട്. ആ സ്ട്രക്ചറൽ ഇഷ്യൂ നമുക്ക് എപ്പോഴും ഒരു വലിയൊരു ബ്രൂട്ടൽ ആയിട്ടുള്ള റേപ്പ്, അല്ലെങ്കിൽ ഇത്രയും മനുഷ്യർ ഇൻവോൾവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം വലിയ ക്രൂരത പ്രകടിപ്പിക്കാമാകുന്ന നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ മാത്രമാണ് നമ്മൾ ഇത് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പക്ഷെ ഇതിന്റെ റൂട്ട്സ്, ഇതിന്റെ വേരുകൾ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന വ്യവഹാരങ്ങളിലും ആൺപെൺ തുല്യത ഇല്ലാത്തൊരു സമൂഹത്തിലുമാണ്. നമ്മളെ നേരിട്ട് ബാധിക്കുന്നതല്ല എങ്കിൽ പോലും നമ്മുടെ ഇടയിൽ പറയപ്പെടുന്ന തമാശയിൽ പൊതിഞ്ഞുകൊണ്ടുള്ള ആ പ്രകടനങ്ങളെ നമ്മൾ അതിജീവിച്ചു പോകേണ്ടത് നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയുള്ളതാണ്. ഫെമിനിസം എന്ന് കേട്ടാൽ, മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തു പറഞ്ഞാലും അയ്യോ അത് നിലവിലുള്ള എന്തെങ്കിലും ഒന്നിനെ വെല്ലുവിളിക്കാനുള്ള തോന്നലാണ് എന്ന് പറഞ്ഞ് അത് മിണ്ടരുതാത്തതാണ്, അത് പറയരുതാത്തതാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടാത്തതാണ് എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇരുട്ടിൽ, അല്ലെങ്കിൽ ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിൽ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ അവളെ സംരക്ഷിക്കേണ്ട, ഉപദ്രവിക്കാതിരിക്കുക, മൃഗീയമായി പെരുമാറാതിരിക്കുക എന്ന് പറയുന്ന മാനസികാവസ്ഥ
ഇല്ല എന്ന് അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിലാണ് ഈ സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയുള്ള നിലവിളികൾ നമ്മളിങ്ങനെ തുടരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഒന്ന് പെൺകുഞ്ഞുങ്ങളോട് പറഞ്ഞു പോകേണ്ടതുള്ളത്, ചർച്ചയ്ക്കിടയിലാണ് എങ്കിൽ പോലും ഏതു മഞ്ഞുമല ഇടിഞ്ഞു വീണാൽ പോലും നിങ്ങളുടെ ലോകം അവസാനിക്കുന്നില്ല എന്ന ആത്മവിശ്വാസത്തോടെ വളരണം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത്. നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ അങ്ങനെയാണ് വളർത്തേണ്ടതും എന്നുള്ളതാണ്. ഈ ലോകം എന്ന് പറയുന്നത് വളരെ വിസ്തൃതമാണ്. അതിലെന്ത് മുറിവേറ്റാലും എത്ര തകർന്നു പോയാലും അവിടെ നിന്ന് എഴുന്നേറ്റ് പറന്നു പോകാനുള്ള വ്യാപ്തിയും വിസ്തൃതിയുമുണ്ട്. അതിന് തടസ്സമാകുന്നതൊന്നും ഒരു മുറിവും ഈ ലോകത്തിന് നമുക്ക് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കണം പെൺകുഞ്ഞുങ്ങളെ. അങ്ങനെ വേണം ജീവിപ്പിക്കാൻ. അല്ലാതെ ആരെങ്കിലും ഒന്ന് വേദനിപ്പിച്ചാൽ, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഇല്ലാതായി പോകുന്നതല്ല. സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും പറയാൻ കഴിയാതെ, ടീച്ചർമാരോട് പോലും പറയാൻ കഴിയാതെ ഒളിച്ചൊളിച്ചു വെക്കേണ്ട ഒരു വേദനയും ഒരു പെൺകുഞ്ഞും അർഹിക്കുന്നതല്ല എന്ന് പറഞ്ഞു പോകുന്നു. ഡോക്ടർ മോഹൻ റോയ്, നമ്മളിപ്പോൾ ഇടവേളയിൽ പറഞ്ഞു, സ്നേഹിത എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയുന്ന പല സംവിധാനങ്ങൾ നമുക്കുണ്ടാകണം. നമ്മൾ അനുദിനം കാണുന്ന ആളുകൾ, നമ്മുടെ ടീച്ചർമാർ, ഇവർക്കൊക്കെ ഈ സ്നേഹിതയായി മാറാൻ കഴിയണമെന്ന് ഡോക്ടർ എന്നോട് ഇടവേളയിൽ പറയുന്നുണ്ടായിരുന്നു. അതിന് നമ്മുടെ സമൂഹം എത്രത്തോളം പര്യാപ്തമാണ്, എത്രത്തോളം ഇനി പര്യാപ്തമാകേണ്ടതുണ്ട്? സമൂഹം പര്യാപ്തമാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല. ഇനി സമൂഹം പര്യാപ്തമല്ലെങ്കിൽ സമൂഹത്തെ പര്യാപ്തമാക്കി എടുക്കേണ്ടത് നമ്മുടെ ചുമതലകളാണ്. യഥാർത്ഥത്തിൽ ഈ പോക്സോ എന്ന് പറയുന്ന നിയമം തന്നെ നമുക്ക് 2012 ശേഷമാണല്ലോ വന്നത്. അതിനു മുമ്പ് ആൺകുട്ടികൾക്കെതിരായി നടന്നിട്ടുള്ള ലൈംഗികമായ അതിക്രമങ്ങളും ബാക്കിയൊക്കെ ഏത് കണക്കിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്, എങ്ങനെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഇനി പോക്സോ വന്നതിന് ശേഷമുള്ള കണക്കുകളുടെ ആ ഒരു കണക്കുകൾ എത്രത്തോളം കൂടിയിട്ടുണ്ടെന്ന് പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിക്കുന്ന കണക്ക്. ഇപ്പോൾ കേരളത്തിൽ പോലും 2013 1002 കേസുകളാണെങ്കിൽ 2023 4663 കേസുകളാണ്. 365% വർധനവാണ് നടന്നിട്ടുള്ളത്. ഈ പെൻഡൻസി എന്ന് പറയുന്നത്, കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നതിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും 77% പെൻഡൻസിയാണ്. ഒരു ജൽദി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റിസ് ആൻഡ് ആക്സസ് ഫോർ ലോവറിംഗ് ഡിലേയ്സ് ഇൻ ഇന്ത്യ അവർ നടത്തിയ ഒരു പഠനമുണ്ട്. ഒരു 28 സംസ്ഥാനങ്ങളിലെ 4 ലക്ഷം പോക്സോ കേസുകളിൽ അവർ അരിച്ചെടുത്ത ഒരു 2,30,000 കേസുകൾ അനലൈസ് ചെയ്ത് നടത്തിയ ഒരു പഠനത്തിൽ മാൻഡേറ്ററിയായി 1 വർഷത്തിനകം ഈ കേസുകളിൽ വിധി പറയണമെന്ന് പറയുമ്പോൾ പോലും 500-509 ദിവസങ്ങൾ എടുക്കുന്നുണ്ട് ഈ കേസിൽ വിധി പറയാനായിട്ട്. ഈ അക്യൂറ്റൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രതിയെ ശിക്ഷിക്കപ്പെടുമ്പോൾ 3 പ്രതികളെ വെറുതെ വിടുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യയിൽ അക്യൂറ്റൽ റേറ്റ് ഏറ്റവും കൂടുതൽ കൂടിയ ഒരു കുറ്റകൃത്യം പോക്സോ ആയി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സംവിധാനങ്ങൾ നോക്കൂ, ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിലാണ് ഇതിൽ മാതൃകാപരമായ പല പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് ശിക്ഷാ നിരക്കുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും മാറേണ്ടതുണ്ട്. ഈ മാറേണ്ടത് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചില്ല, ഒരു കുറ്റകൃത്യം നിങ്ങളുടെ മുന്നിൽ കണ്ടാൽ നടക്കുന്നതായി തോന്നിയാൽ നിങ്ങൾക്കിത് പറയാൻ സാധിക്കണം. അത് കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യമാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കാനും അത് പറയാനുള്ള അറിയിക്കാനുള്ള സംവിധാനം എവിടെയുമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ എത്രയധികം ക്ലാസ്സുകളുണ്ട് സ്കൂളുകളിൽ? ഈ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ, ഒരു A4 സൈസ് പേപ്പറിൽ നിങ്ങൾക്കെതിരെ ഇതാണ് ലൈംഗികാതിക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ലൈംഗികാതിക്രമം നിങ്ങൾക്ക് നേരിട്ടാൽ നിങ്ങൾ വിളിച്ചു പറയേണ്ട നമ്പർ ഇതാണ്. PTA ശ്രമിച്ചാൽ മതിയല്ലോ, എല്ലാ ക്ലാസ് റൂമുകളിലും ഇത്തരത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കാമല്ലോ. ഇനി ചിലപ്പോൾ സംഭവിക്കും, നമ്മൾ ഇതിൻ്റെ അപ്പുറം കടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയുന്ന ആൾ വിശ്വസിച്ചില്ലെങ്കിൽ രണ്ടാമതുള്ള ആളിനോട് പറയുകയും മൂന്നാമതുള്ള ആളിനോട് പറയുകയും ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് നീതി ലഭിച്ചു എന്ന് നിങ്ങൾക്കുറപ്പാകുന്നത് വരെ പറയുകയും ചെയ്യണമെന്നുള്ള ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഒരു ക്ലാസ് റൂമിൽ കൊടുത്താൽ പോരെ. നമ്മൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീമതി മാധു പോലും അതൊന്ന് പൊതിഞ്ഞു പറഞ്ഞു എന്ന് എനിക്കൊരു സംശയം. നമുക്ക് സെക്സ് എഡ്യൂക്കേഷനെ ഇവിടെ എതിർക്കുന്നത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 3 രീതിയിലുമുള്ള സംഘടിതമായ മതമല്ലേ? ഈ 3 രീതിയിലുമുള്ള സംഘടിതമായ മതത്തിൻ്റെ മേലധ്യക്ഷന്മാർ ഏതെങ്കിലും ചുരുക്കം ചില കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിതല്ലേ? 3 എസ്റ്റാബ്ലിഷ്ഡ് മതങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഈ കാര്യത്തിൽ മാത്രമല്ലേ യോജിപ്പുള്ളത്? അങ്ങനെയാണോ പോകേണ്ടത്? അതോടൊപ്പം എനിക്ക് വേദനയോടുകൂടിയുള്ളൊരു വിയോജിപ്പുള്ളത്, നമ്മൾ ഈ ഇര എന്ന വാക്ക് എത്രയോ നാളായിട്ട് നമ്മളങ്ങ് മാറ്റി വെച്ചിരിക്കുക. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പോലും ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ എനിക്കുള്ളൊരു വേദന ഞാൻ പങ്കുവയ്ക്കുകയാണ്. ദയവായി അത് ചെയ്യാതെ ഇരിക്കുക. അതിജീവിത എന്ന വാക്കാണ്. എന്താണ് ഈ ഇര എന്ന് പറയുമ്പോൾ? എന്തോ പീഡനത്തിനോ മറ്റോ വിധേയായ ഒരാൾ എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നുമല്ലെന്നേ. ഞാൻ പറഞ്ഞ മഞ്ഞുമലയ്ക്കപ്പുറം മഹാപർവ്വതം അങ്ങ് ഇടിഞ്ഞു വീണാലും ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഉറപ്പിച്ച് പറഞ്ഞത്, സ്റ്റേറ്റ് നോക്കൂ, കുട്ടിക്കെതിരായ ഒരു അതിക്രമം ഉണ്ടായാൽ, കുടുംബത്തിൽ കുട്ടിക്കെതിരായിട്ടൊരു അതിക്രമം ഉണ്ടായാൽ എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് എന്ന എൻഫോഴ്സ്മെൻറ്റ് മെഷീനറി മെക്കാനിസം ഇപ്പോൾ രാജീവ് സാർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് അറിയാമല്ലോ. ഈ കുട്ടി ഇത്തരത്തിലൊരു CWCയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ CWC ആ കുട്ടിയെ ഏറ്റെടുക്കുകയാണ്.
ഞാൻ ഇതുപോലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ച കൊണ്ട് ശരിക്കും നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ഒരു പെൺകുട്ടി നോക്കൂ, അവളുടെ മുഖത്തെ ആ പുഞ്ചിരിയുണ്ട്, അതിപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അവൾ യഥാർത്ഥത്തിൽ ഈ ഒരു സംവിധാനത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, അവളുടെ അമ്മ ആദ്യം ശ്രദ്ധിച്ചിരുന്നു, അതിനുശേഷം അവർക്കത് എന്താണ് ഈ വ്യത്യാസമെന്ന് മനസ്സിലാവുന്നില്ല. ഈ സംഭവം നടന്നതിന് ശേഷം ഈ അമ്മ പറയുന്നുണ്ട്, ആ സ്ഥാപനത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ കുഞ്ഞിൻ്റെ മുഖത്തുണ്ടായ പുഞ്ചിരി. ആ കുഞ്ഞിനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്താവാനാണ് ആഗ്രഹമെന്ന്. ആ കുഞ്ഞ് അവളുടെ മുഖത്ത് ചിരിയായിരുന്നോ വേദനയായിരുന്നോ, എനിക്കൊരു പോലീസുകാരിയാവണമെന്നാണ് കുഞ്ഞ് പറഞ്ഞത്. എന്തിനാണ് നീ പോലീസുകാരിയാവുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇത് ചെയ്തവനെ എനിക്ക് ഇടിക്കാനാണെന്നാണ്. ആ ട്രോമയാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിലുള്ളത്. നോക്കൂ, അത് നമ്മൾ തിരിച്ചറിയണ്ടേ. അതിനുവേണ്ടി നമ്മൾക്ക് ഈ കുഞ്ഞിലേക്ക് എത്താനുള്ള എന്ത് മാർഗവും എന്തും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ 1 കോടി ഈശ്വര വിലാപമാണ് ഒരു ശിശുവിൻ്റെ രോദനത്തിൽ. 1 കോടി ഒന്നുമല്ല, നിശബ്ദമാക്കപ്പെട്ട വേദനകൾ അതിലും എത്രയോ കൂടുതലാണ്. ശ്രീമതി സോയ ജോസഫ്, ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. പലപ്പോഴും സംവിധാനങ്ങൾക്ക് ഒരു പരിധിവരെ മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രശ്നമുണ്ടായെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ? ഒരു അധ്യാപികയ്ക്ക്, ഒരു പൊതുപ്രവർത്തകയ്ക്ക്, ഒരു സുഹൃത്തിന് ഒക്കെ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? 10, 12, 13 വയസ്സായ പെൺകുഞ്ഞുങ്ങൾക്ക് അവരുടെ ചുറ്റും ഒരു വലിയ ഒരു കിടങ്ങുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ആ കുഞ്ഞുങ്ങൾ ഏറ്റവും നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും അറിയരുതേ എന്നായിരിക്കും. നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമ്മളൊക്കെ സ്കൂളിൽ വടികൊണ്ട് തല്ലി കിട്ടിയാൽ വീട്ടിൽ അറിയരുത് എന്ന് വിചാരിക്കുന്ന ആളുകളായിരുന്നല്ലോ ഒരു കാലത്ത്. അപ്പോൾ അവിടെ നിന്ന് കൂട്ടുകാരോട് പറഞ്ഞാൽ മാറ്റി നിർത്തും, ടീച്ചർമാരോട് പറഞ്ഞാൽ ഒരു പക്ഷെ വഴക്ക് പറയും എന്നൊക്കെ പേടിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ഏറ്റവും നിഷ്കളങ്കമായ നിസ്സഹായമായ മനസ്സുകൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് കഥയല്ലല്ലോ, ജീവിതമല്ലേ. അവിടെ നിന്നൊക്കെ അപ്പോൾ അത്തരം നിസ്സഹായതകളോട്, അത്തരം നിഷ്കളങ്കതകളോട് അതിലേക്ക് കടന്നിറങ്ങി ചെല്ലാൻ കഴിയുന്ന ഒരു വലിയ പൊതുസമൂഹമായി, ഒരു സമൂഹമായി, ആരാണെങ്കിലും നമ്മൾ എത്ര റോളുകൾ നിർവഹിക്കുന്നുണ്ട്, ആരാണെങ്കിലും അത് കഴിയുന്ന ഒരു സാഹചര്യം കൂടുതൽ ജാഗ്രതയോടെ കെട്ടിപ്പടുക്കേണ്ടതുണ്ട് നമ്മൾ. അല്ല, തീർച്ചയായും നമുക്കിതൊരു ഒരു തുറന്ന സമീപനം പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഒരു തരത്തിലും നമുക്ക് അത്തരത്തിലൊരു തുറന്ന സമീപനവുമായി പോകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് നമുക്കത് അത്തരമൊരു കാര്യം ഉണ്ടാകുമ്പോൾ ആർക്കും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അത് നിയമ സംവിധാനം ഇനിയിപ്പോൾ നിങ്ങളെങ്ങാനും അത് പറഞ്ഞു പോയാൽ ഇത് പിന്നെ എന്നെ എങ്ങാനും ബാധിക്കുമോ, അല്ലെങ്കിൽ ഞാനെങ്ങാനും ഇതിൽ ഉൾപ്പെടുമോ, ഇത്തരത്തിലൊക്കെയുള്ള ഭയം പലപ്പോഴും മനുഷ്യർക്കുണ്ടാകുന്നു. അതിനപ്പുറത്തേക്കൊരു നീതിബോധം വളർത്താൻ ആളുകൾ തയ്യാറാകുന്നില്ല. നിങ്ങൾ ആരും സാമൂഹ്യമായിട്ടുള്ളൊരു ഉത്തരവാദിത്വത്തെയും ഏറ്റെടുക്കാൻ തയ്യാറല്ല. ആരും അത്തരം സാമൂഹ്യമായിട്ടുള്ള ഒരു ഇടപെടലുകൾ നടത്താനോ, അല്ലെങ്കിൽ അതൊരു ഇനീഷ്യേറ്റീവ്, ഇപ്പം എൻ്റെ സമയം അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അത്തരം ഒരു സാമൂഹ്യമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഞാൻ മറ്റ് കേസുകൾ പോലെയല്ല, പലപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ എന്താണ് പിന്നെ ലൈംഗികത എന്നോ അല്ലെങ്കിൽ ലൈംഗികമായ ചോദന എന്താണെന്നൊന്നും അറിയാത്തൊരു കാലത്ത് അവിടെയാണ് ഇതിൻ്റെ ക്രൈമിൻ്റെ ഒരു ഗ്രാവിറ്റി വളരെ വലുതാവുന്നത്. ഇതൊന്നും അറിയാത്തൊരു കാലത്ത് ഏറ്റവും നിഷ്ഠൂരമായി അവർക്ക് പോലും മനസ്സിലാവാത്ത തരത്തിൽ അല്ലെങ്കിൽ മനസ്സിലാകാത്തൊരു കാര്യത്തിന് വേണ്ടി അവരെ നിർബന്ധിക്കുന്നു, അതിൽ ഏറ്റവും ക്രൂരമായി അവരെ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അപകടം. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പിന്നെ സ്കൂളുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പാലത്തായിലെ കേസിൻ്റെ കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. നമ്മൾ എത്ര ചർച്ച ചെയ്തൊരു കേസാണ്. ഞാൻ ആ ചെറിയ പെൺകുട്ടിയെ ഞാൻ ആ വീട്ടിൽ പോയി കണ്ടതാണ്. അന്ന് ചെന്നപ്പോൾ ഒരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പാട്ട് പാടിയപ്പോൾ അവിടെ നിന്നിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ കരഞ്ഞുപോയി. നമുക്കതിനൊന്നും എന്താ പറയുക, നമുക്ക് മുന്നോട്ട് കടക്കാൻ കഴിയാത്തത്ര നിഷ്കളങ്കമായ ഒരു ചിരിയോടുകൂടിയാണ് ആ കുട്ടി നമ്മളെ സമീപിക്കുന്നത്. അപ്പം അത്തരം മനുഷ്യരെ നമ്മളൊക്കെ കുറ്റക്കാരാണ്, ഞാനും നിങ്ങളും ഒക്കെ കുറ്റക്കാരാണെന്ന് തോന്നുന്ന വിധത്തിൽ ഈ സമൂഹം നമ്മളെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അത് ഏറ്റവും അപകടകരമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മനുഷ്യർ ഇതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? കാരണം ഒരു കാലത്ത് ഏതെങ്കിലും ഒരു തരത്തിൽ, ഞാൻ പറഞ്ഞ ഒരു റേപ്പ് ഉണ്ടായി എന്നുള്ളതല്ല, ഏതെങ്കിലും തരത്തിൽ ഒരു ദുരനുഭവം നേരിട്ടൊരു കുട്ടിയെ പിന്നീട് എങ്ങനെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? അത് വലിയൊരു പ്രശ്നമാണ് സൊസൈറ്റിയിൽ. നമ്മളെപ്പോഴും അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവളുടെ മരണം വരെ അവൾക്കുണ്ടായ ആ ദുരനുഭവം വെച്ച് അവളെ ഐഡന്റിഫൈ ചെയ്യാൻ
തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അത്തരം ഭയപ്പാടുകളിലേക്ക് ഇവരെ നിർത്തുന്നത്, അല്ലെങ്കിൽ അത്തരം പേടികളിലേക്ക് കുഞ്ഞുങ്ങളെ തടഞ്ഞു നിർത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എവിടേക്കും എത്തരുത്, ആരാലും അറിയപ്പെടരുത്, ഇതെന്തോ ചീത്തയാണ്, ഇതെന്തോ അശ്ലീലമാണ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മുഴുവൻ അവസാനിച്ച് കളയും എന്നുള്ളൊരു ബോധത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പലപ്പോഴും. നമ്മളെപ്പോഴും ഇപ്പം നേരത്തെ പറഞ്ഞ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലൈംഗികത എന്താണെന്നാണ് പഠിപ്പിക്കുന്നത്, അല്ല ലൈംഗിക അതിക്രമം എന്താണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല. എന്താണ് പിന്നെ ഗർഭധാരണമെന്നും വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ശരീരത്തിൽ സംഭവിക്കുന്നു, ഇതല്ല ഇത് മാത്രമല്ല, എന്തൊക്കെ തരത്തിൽ ഇതിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയ ഒരു സിറ്റുവേഷനെ കൂടെ നമ്മൾ പഠിപ്പിക്കേണ്ടതില്ലേ? എന്താണ് ലൈംഗിക അതിക്രമമെന്നും ഇതിൻ്റെ ഏറ്റവും മോശപ്പെട്ട അനുഭവം എന്താണെന്നും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതില്ലേ? കുറെ കൂടെ കരുത്തുള്ള മനുഷ്യരായി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് കടന്നു വരുന്ന ഓരോ മനുഷ്യരെയും പിന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളെ സ്പർശിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കൂടി പഠിപ്പിച്ചു വെക്കേണ്ടതില്ലേ? നിങ്ങൾ പിന്നെ സ്കൂളിൽ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ പിന്നെ അല്ലെങ്കിൽ എത്രയോ വലിയ അപകടം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ വലിയ സംവിധാനങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യർ നിൽക്കുന്ന, നിങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ നിൽക്കുന്ന സംവിധാനങ്ങൾക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൂടി പഠിപ്പിക്കേണ്ടതുണ്ട്. ലൈംഗികത എന്താണെന്ന് മാത്രമല്ല, ലൈംഗിക അതിക്രമം എന്താണെന്ന് കൂടി പഠിപ്പിക്കേണ്ടതുണ്ട്. സംസാരിച്ച സാറ് പറഞ്ഞു പിന്നെ മതങ്ങളാണ് ഇതിനെ വലിയ വിലക്കുണ്ടാക്കുന്നത്. അല്ല, മതങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയുടെ കാര്യത്തിൽ എല്ലാ മതങ്ങളും ഒരു കണക്കാണ്. അതിൽ ഈ കാര്യത്തിൽ മാത്രമല്ല, സെക്സ് എഡ്യൂക്കേഷനിൽ മാത്രമല്ല, എവിടെയോ സ്ത്രീ പിന്നെ സ്വാതന്ത്ര്യത്തെ പറ്റിയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മെച്ചമുണ്ടാകുന്ന എന്തെങ്കിലും കാര്യത്തെ പറ്റി ഒരു മതവും ഈ ലോകത്ത് പോസിറ്റീവായി സംസാരിച്ചതായിട്ടുള്ള അറിവ് നമുക്കുണ്ടാവുകയില്ല. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് കുറെ കൂടെ നേരത്തെ അത് പറഞ്ഞു വെച്ചെടുത്ത് തന്നെ നോ പറയാനുള്ള ധൈര്യം, നിങ്ങൾ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ മുൻപിൽ വരുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസിനോട് നോ പറയാനുള്ള കരുത്തുള്ള പെൺകുഞ്ഞുങ്ങളെയാണ് നമുക്ക് വേണ്ടത്. മോറൽ ക്ലാസ്സും പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ലൈംഗിക വിദ്യാഭ്യാസമൊന്നും നമ്മുടെ പെൺകുട്ടികൾക്കല്ല, ആൺകുട്ടികൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. എൻ്റെ ആൺകുഞ്ഞിനോടാണ് ഞാൻ സമൂഹത്തിൽ പിന്നെ മൊറാലിറ്റിയെ പറ്റിയും എത്തിക്സിനെ പറ്റിയും ക്ലാസ് എടുക്കേണ്ടത്. മനുഷ്യരോട് നന്നായി പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന്, അല്ലാതെ പെൺകുട്ടികളോട് വായടയ്ക്കാനും കാല് പിന്നെ ഒതുക്കി വെച്ചിരിക്കാനും ശബ്ദം താഴ്ത്തി സംസാരിക്കാനും മാത്രമല്ല നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. നിങ്ങളുടെ ആൺകുട്ടികളോട്, നിങ്ങളുടെ പെൺകുട്ടികളോട് എങ്ങനെ മാന്യമായി പെരുമാറണമെന്ന് ആദ്യം പഠിപ്പിച്ചിട്ട് വേണം ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ പുറത്തേക്ക് അവരെ ഇറക്കി വിടാൻ എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. അഡ്വക്കേറ്റ് എൻ രാജീവ്, നിയമപരമായി ഈ കേസിന്റെ മുന്നോട്ടുള്ള ഗതി എന്തായിരിക്കും? നമ്മൾ ഓരോ കേസ് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ശിക്ഷയും നിയമവ്യവസ്ഥ പുറത്ത് വിടുമ്പോൾ ഇനിയൊന്നും ഉണ്ടാകരുത് എന്നാണല്ലോ നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. ഓരോ ചർച്ചയിലും നമ്മൾ ഭാഗമാക്കാകുമ്പോൾ ഇനിയൊന്നും ഉണ്ടാവരുത് എന്ന ജാഗ്രതയും മനസ്സുമാണല്ലോ നമുക്കുള്ളത്. പക്ഷെ അത് ആവർത്തിക്കുന്നു എന്നുള്ളതൊരു സാമൂഹ്യ യാഥാർത്ഥ്യവുമാണ്. അങ്ങനെ ശക്തമായൊരു സന്ദേശം നൽകാൻ ഈ കേസിലൂടെയെങ്കിലും നമുക്ക് കഴിയുമോ? അങ്ങനെ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ളൊരു സന്ദേശം ഈ ഒരു കേസ് കൊണ്ട് മാത്രം കഴിയുമോ എന്നുള്ള സംശയം ഉണ്ട്. അത് മുമ്പ് ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. കുട്ടികളുമായി ബന്ധിച്ച് വരുന്ന വിഷയങ്ങൾക്കെല്ലാം മറ്റെന്തെങ്കിലും ജാതിയുടേതായോ മറ്റേതെങ്കിലും തരത്തിലുള്ളതായ വേർതിരിവുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ മുമ്പിൽ CWC ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ അത് എൻ്റെ കുട്ടിക്ക്, എനിക്ക് 2 പെൺമക്കളാണ്, എൻ്റെ മകൾക്ക് ഉണ്ടായത് ആണെങ്കിൽ എന്നുള്ള നിലയ്ക്ക് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് അത്തരത്തിൽ നിന്നുകൊണ്ട് അതിനെ പരിഹരിക്കാനും ഇടപെടാനുമാണ് ഞാൻ ഓരോ വിഷയത്തിലും ശ്രമിക്കാറ്. അപ്പോൾ അതൊരു പൊതുചിന്തയായി മാറണമെന്നൊരാഗ്രഹവും എനിക്കുണ്ട്. അത് എത്ര പേര് അങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് പൊതു ഇടങ്ങളിലൊക്കെ വാചാലമാകാനും ഒക്കെ തന്നെ പറ്റും. ഇപ്പോൾ പറയുന്ന ആദർശത്തിൻ്റെയും പറയുന്ന എന്താ പറയുന്നത് നയത്തിൻ്റെയും ഒക്കെ ചെരുപ്പ് വീട്ടുവാതിക്കൽ അഴിച്ചു വെച്ച് അകത്ത് കയറുന്നവർ എന്നൊരു ചൊല്ലുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ അതല്ലാതെ എല്ലാവരും മാറട്ടെ, എല്ലാ കുടുംബത്തിൻ്റെ രക്ഷകർത്താക്കളും കുടുംബങ്ങളും ഒക്കെ മാറുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ, സമൂഹമാകെ മാറുന്ന. അത് തന്നെയാണ് തുടക്കത്തിൽ പറയുകയും ചെയ്തത്. പല കുടുംബങ്ങളുടെ നാഥന്മാരാണല്ലോ, പല കുടുംബങ്ങളിലെ പ്രിയമുള്ള മക്കളാണല്ലോ, പല കുടുംബങ്ങളിലെ പെങ്ങന്മാർ ഉള്ളവരാണല്ലോ ഇവിടെ വേട്ടക്കാരായി മാറുന്നത്. അതെ, അതിൽ ഒരു കാര്യം കൂടെ ഇടയ്ക്ക് മാധു പറഞ്ഞപ്പോൾ സ്നേഹിതയുടെ പോരായ്മ എന്നൊരു വിഷയം സൂചിപ്പിച്ചായിട്ട് ഞാൻ കേട്ടു. പക്ഷെ അങ്ങനെ സ്നേഹിത പോലെ ഏറ്റവും സൗഹൃദപരമായി ഈ കുട്ടികളുടെയോ സ്ത്രീകളുടെയോ രംഗത്ത് ഇടപെടുന്ന, അത്രയും അടുത്ത് നിന്ന് ഇടപെടുന്ന, ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇടപെടുന്ന മറ്റൊരു സംവിധാനം ഉണ്ടോ എന്ന് എനിക്ക് സംശയം. അത് ഞാൻ ആ സംവിധാനത്തിന് പോരായ്മ എന്നല്ല അഡ്വക്കേറ്റ് എൻ രാജീവ് പറഞ്ഞത്. അതിനിടയിൽ കുറച്ച് അതിന്റെ ഫണ്ടുമായൊക്കെ ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടെന്നും അത് തുടരാതെ ഇടയ്ക്ക് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെന്നും കേട്ടു. ഞാൻ അതിലേക്ക് അത്ര ആഴത്തിൽ പോകേണ്ടതില്ല എന്ന് വിചാരിക്കുന്നത് ഇതിന്റെ പരിസരത്തിലെങ്കിലും സർക്കാർ അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമെന്ന വിശ്വാസത്തിന്റെ പേരിലാണ്. ശരി,
മറ്റൊന്നുള്ളത് ഈ പറഞ്ഞ നമ്മളുടെ സംസ്ഥാനത്തുള്ള സംവിധാനങ്ങളുടെ അങ്ങനെ എല്ലാം തികഞ്ഞത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അപ്പോഴും രാജ്യത്ത് ശിശു സൗഹൃദമായ ജില്ലകളുടെ കണക്കെടുത്താൽ ആദ്യത്തെ 5 എണ്ണത്തിൽ 3 എണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ്. ഒന്നാമത് കന്യാകുമാരിയാണ്, 2 തിരുവനന്തപുരം, 3 കാസർഗോഡ്, 4 പത്തനംതിട്ടയാണ്, 5 കണ്ണൂരാണ്. അപ്പോൾ അത് അങ്ങനെ നിൽക്കുമ്പോഴും ആണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഈ പർട്ടിക്കുലർ കേസ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കേസിലുള്ള ഇൻ്റർവെൻഷൻസ് അടക്കം സ്കെയിൽ ചെയ്തുകൊണ്ടുണ്ടായ തരത്തിലുള്ള ഒരു എന്താ പറയുന്ന ഒരു ലിസ്റ്റാവാം അത്. കഴിഞ്ഞിടെ ഹിന്ദു റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ സ്കൂളുകളിൽ കുട്ടികളെ സംബന്ധിച്ച് അവർക്കുള്ള അനുഭവങ്ങളെ കൺവേ ചെയ്യണമെങ്കിൽ അധ്യാപകർ ഉണർന്നിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അധ്യാപകരെടുക്കുമ്പോൾ അവരോട് പറയാൻ കഴിയും. അതിനും മടിയുള്ളവരെ സംബന്ധിച്ച് എല്ലാ സ്കൂളുകളിലും പരമാവധി ഇടങ്ങളിൽ ചൈൽഡ് ലൈൻ്റേതായ 1098, ഇപ്പോൾ പുതിയ സംവിധാനം ജുവനൈൽ പോലീസുമായി ബന്ധിപ്പിച്ച് വന്നിരിക്കുന്ന 112 എന്നുള്ള ടോൾ ഫ്രീ നമ്പറും ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്നൊരു സംവിധാനം കൂടി ഇപ്പോൾ അധികമായിട്ട് എല്ലാ സ്കൂളുകളിലും നിർബന്ധമായി പ്രദർശിപ്പിക്കണം എന്നുള്ളത് എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ മാധു ചോദിച്ച ചോദ്യം, ഈ പറഞ്ഞ ഈ ഒരു കേസിലൂടെ കൊടുക്കുന്ന സന്ദേശം സമൂഹത്തിൽ അല്ലെ ഇത്തരത്തിലുള്ള നരാധമന്മാരെ സംബന്ധിച്ച് തിരുത്തൽ പ്രക്രിയ ഉണ്ടാക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് അത് ഓരോ പൗരനും അവൻ്റെ പൗരബോധത്തിൽ നിന്ന് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ഗുണമേന്മയുള്ള പേരൻറ്റിങ്ങിൽ നിന്നൊക്കെ തന്നെ ഉണർന്നു വരേണ്ട ഒരു വിഷയം കൂടിയാണ്. 1. 2, ഇത് എൻ്റെ വീട്ടിലെ കുട്ടിക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു തരത്തിൽ കാണുകയും മറ്റൊരാളുടെ കുട്ടിക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ മറ്റൊരു തരത്തിൽ കാണുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ ബോധമുണ്ടല്ലോ, അത് തിരുത്തപ്പെടേണ്ടതാണ്. ഇതെല്ലാം നമ്മുടെ കുട്ടികളാണെന്നുള്ള നിലയ്ക്കും അയൽവക്കത്തുള്ള അല്ലെ മറ്റൊരാളുടെ കുട്ടിക്കുണ്ടാകുന്ന പ്രശ്നം നാളുകളിൽ എൻ്റെ കുട്ടിയെയും ബാധിക്കാം എന്ന ചിന്തയോടുകൂടി, ഈ സമൂഹത്തെ ബാധിക്കാം എന്ന ചിന്തയോടുകൂടി നടത്തേണ്ട ഒരു ഇടപെടൽ ആ പൗരബോധമാണ് ഉണ്ടാവേണ്ടത്. എങ്കിൽ മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് ഒരു മാറ്റം ഉണ്ടാവേണ്ടത്. തീർച്ചയായും ഈ കേസിൽ എടുക്കുന്ന കർശനമായ ഓരോ നിലപാടും നടപടികളും ശിക്ഷയും കൊടുക്കുന്ന ഒരു സന്ദേശം കൂടി ഉണ്ടെന്നുള്ളത് വസ്തുതാപരവുമാണ്. ഡോക്ടർ മാളവിക ബെന്നി, ഇതിപ്പോൾ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നം എന്ന നിലയ്ക്ക് കാണേണ്ടതുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷേ നോക്കൂ, അഡ്വക്കേറ്റ് എൻ രാജീവ് പറയുകയാണ്, എൻ്റെ വീട്ടിലുള്ള കുഞ്ഞിന് സംഭവിച്ചാൽ എന്ന് ചിന്തിക്കാത്തത് എന്താണ് എന്ന്. അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ട്. അപ്പോൾ എൻ്റെ മുന്നിലേക്ക് ഒരു കേസ് വരുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയാണ് കാണുന്നത് എന്ന്. ഈ വാർത്താമുറിയിലിരുന്ന് കുഞ്ഞുങ്ങൾ, നമുക്കറിയാമല്ലോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, അടുത്ത കാലങ്ങളിൽ തന്നെ എത്ര കുട്ടികൾ ക്രൂരമായ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് ജീവൻ ഇല്ലാതെ പോകുന്ന സാഹചര്യത്തിൽ പോലും ചാക്കുകെട്ടിൽ പൊതിഞ്ഞുമൊക്കെ കണ്ടെത്തുന്ന സമയത്ത് മുഖം പോലും കാണാൻ കഴിയാത്ത സമയത്ത് നമ്മുടെ മുന്നിൽ തെളിയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖമാണ്. നമ്മൾ പൊന്നെ തേനെ എന്ന് പറഞ്ഞ് വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖമാണ്. എന്തുകൊണ്ടാണ് അവനവൻ്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അതുപോലെയുള്ള കുഞ്ഞുങ്ങളല്ലേ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്, ഞാൻ ഈ ചൂഷണം ചെയ്യാൻ പോകുന്നത് എന്ന ഒരു കുത്തലില്ലാതെ പോകുന്നത്? കുത്തലില്ലാതെ പോകുന്നത് നമ്മളിത് നേരത്തെ ഇവിടെ കേട്ടതുപോലെ നമ്മൾ ആലങ്കാരികമായിട്ട് പലപ്പോഴും പറയും, എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് എല്ലാ കുഞ്ഞുങ്ങളെയും കാണുന്നത്. നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു വലിയ ഡിസ്റ്റിങ്ഷൻ നമുക്ക് കാണാൻ പറ്റും. പർട്ടിക്കുലർലി നമ്മൾ സാമൂഹികമായിട്ട് പ്രിവിലേജസ് ഇല്ലാത്ത കമ്മ്യൂണിറ്റീസിൽ നിന്ന് വരുന്നത് കുഞ്ഞുങ്ങളാണെങ്കിലും മറ്റ് ജനതയാണെങ്കിലും, എൻ്റെ പെങ്ങളായിട്ടോ എൻ്റെ എൻ്റെ അനിയത്തിയായിട്ടോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളായിട്ടോ ഒന്നും ശരിക്കും കാണുന്നില്ല എന്ന് തന്നെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു രീതിക്ക് നമ്മൾ ഉയർന്നോ എന്ന് ചോദിച്ചാൽ നമ്മൾ സമൂഹമായിട്ട് ഉയർന്നു എന്നൊക്കെയല്ലേ നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോ ആലപ്പുഴയിൽ കുറച്ച് മെഡിക്കൽ സ്റ്റുഡൻസ് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു. ആ പ്രായപരിധിയിലുള്ള കുഞ്ഞുങ്ങളുടെ ഒക്കെ മാതാപിതാക്കൾക്ക് അതൊരു വലിയ ഷോക്ക് തന്നെയായിരുന്നു അല്ലേ? എല്ലാവരും അങ്ങനെയാണ് ആ വിഷയത്തെ കണ്ടത്. കുറച്ച് പെൺകുട്ടികൾ അവിടെ പാലക്കാട് ഒരു വാഹനം മറിഞ്ഞു മരിക്കുന്നു. ആ സമയത്ത് നമ്മൾ അതേപോലെയുള്ള വേദന അങ്ങനെ തന്നെ കയ്യേറ്റ് വാങ്ങുകയാണ്. പക്ഷെ നമ്മുടെ മുന്നിൽ നമുക്ക് ആക്രമിക്കാൻ പോകുന്ന അവസ്ഥയിൽ വരുന്ന നിസ്സഹായരായ മനുഷ്യരോട് മാത്രം നമുക്കങ്ങനെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു തരം മൃഗീയ വിനോദമാണ് നമുക്കുണ്ടാവുന്നത്. രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന്, ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് കുട്ടികളുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണം, ഞാനൊരു വരേണ്യ പാരമ്പര്യത്തിൽ നിന്ന് വരികയാണ്, ഞാനൊരു മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ് നിന്ന് വരികയാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ ആകരുത് ഞാൻ ദളിത് കുഞ്ഞുങ്ങളെ കാണുന്നത്. അത് ഞാൻ അങ്ങനെ പറയും, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന പല പ്രിവിലേജസും ഈ ദളിത് മക്കൾക്ക്
കിട്ടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ പോയിട്ടുള്ള സ്കൂളുകളിലോ ട്യൂഷൻ സെന്ററുകളിലോ അല്ലെങ്കിൽ അവർക്കുള്ള ഒരു സാമൂഹ്യ സുരക്ഷിതത്വം പലപ്പോഴും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കില്ല. അപ്പം പല പല പടികൾ കൂടുതൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി ലൈംഗിക അതിക്രമങ്ങളുടെ കാര്യത്തിൽ ഈ നേരത്തെ പറഞ്ഞ ആക്സിഡന്റ് കേസുകൾ പോലെ അല്ല നമ്മൾ ലൈംഗിക അതിക്രമങ്ങളെ കാണുന്നത്. ലൈംഗിക അതിക്രമങ്ങളുടെ കാര്യത്തിൽ അതുപോലും വിനോദമായി കാണുന്ന പോർണോഗ്രഫി ഇവിടെ ഉള്ളൊരു നാടും കൂടിയാണ്. കത്തുവ റേപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഹിറ്റ് കിട്ടുന്നത് ഈ കത്തുവ റേപ്പിന്റെ വിഷ്വൽസ് ഉണ്ടോ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ സെക്ഷൽ എന്താണ് നമുക്ക് സെക്ഷൽ നോളജ് പലപ്പോഴും കിട്ടുന്നത്. പർട്ടിക്കുലർലി ആൺകൂട്ടങ്ങളുടെ ഇടയിൽ ഈ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന മെറ്റീരിയൽ അത് ഏത് പ്രായമെന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. കുട്ടികളുടെ പോലും മെറ്റീരിയൽ ഇവർ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു കുഴപ്പമില്ല. അത് എന്താണ്, അത് കാണുന്നത് കൊണ്ടല്ലേ, ഞാൻ ചെയ്യുന്നില്ലല്ലോ. ഇത് സെക്ഷൽ നോളജ് പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളെ ഉണ്ടാക്കി വെക്കുന്ന തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്ന പല ഘടകങ്ങൾ നമുക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് മുന്നിലേക്ക് വരുന്ന വളരെ സ്വാധീനത്തോടെ, വളരെ സ്വാതന്ത്ര്യത്തോടെ, വളരെ അധികാര മനോഭാവത്തോടെ മുന്നിലേക്ക് വരുന്ന നിസ്സഹായരായ മനുഷ്യർക്ക് മേൽ അധികാരം പ്രയോഗിക്കാൻ, ബലം പ്രയോഗിക്കാൻ പ്രാപ്തരാകുന്ന മനുഷ്യർ നമുക്കിടയിൽ ഉണ്ടാകുന്നത്. ഇതൊരു ചർച്ചയല്ല, ഇതൊരു സാഹചര്യ വിശദീകരണമാണ്. നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടെ നടന്ന മണ്ണിൽ നമ്മുടെ ഇടയിലുള്ളൊരു പെൺകുഞ്ഞ് എത്രത്തോളം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ പല്ലിളിച്ച് കാണിക്കുകയാണ്. അത് ഇനി ഉണ്ടാവരുതെന്ന ആഗ്രഹം മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്.